ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടേക്കൺ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ഇന്ത്യയാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ കുറേ ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടു അല്ലേ? റൈസ് ഇൻ ടെമ്പറേച്ചർ, സീ ലെവൽ റൈസ്, ഡ്രോട്ട്, ഹീറ്റ് വേവ്സ്, കുറേ അല്ലേ? സൈക്ലോൺസ്, ഹ്യൂറിക്കെയിൻസ്, പിന്നെ ക്ലൗഡ് ബേഴ്സ്. അപ്പം അപ്പോൾ അതെല്ലാം ഇമ്പാക്ട്സ് ആണ്. അപ്പം ആ ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന എന്തൊക്കെയാണോ ബാക്ക്ലാഷസ് അതിനെയൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി വരുന്ന കാലത്ത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം അതിനുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നതാണ് നാഷണൽ സോളാർ മിഷൻ, NSM എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സോളാർ മിഷൻ. നമ്മുടെ കൺവെൻഷണൽ ടൈപ്പ് ഓഫ് പവർ ജനറേഷനിൽ നിന്ന് മാറിയിട്ട് സോളാർ എനർജിയെ കൂടുതലായിട്ട് നമ്മൾക്ക് പവർ ജനറേഷന് ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത്, ഈ നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ NAPCC, അതായത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിൽ വന്ന ഒരു ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഇനിഷ്യേറ്റീവാണ്. അവർ തുടങ്ങി വെച്ചതാണ്. എന്ത്? നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് 2010 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി അതിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ പവറും ജനറേറ്റ് ചെയ്യണം. അതേസമയം തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചലഞ്ചസ് അതിനെ നമ്മൾ ഒന്ന് കോപ്പപ്പ് ചെയ്യണം അല്ലേ? ആ ഒരു ഒബ്ജക്റ്റീവാണ് മെയിനായിട്ടും ഈ നാഷണൽ സോളാർ മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് അതിൻ്റെ എയിം. അപ്പം അതിന് അത് തന്നെ ഒന്ന് എടുത്ത് പറയണം കേട്ടോ. ടു പ്രൊമോട്ട് എക്കോളജിക്കലി സസ്റ്റൈനബിൾ ഗ്രോത്ത് വൈൽ അഡ്രസ്സിങ് ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി ചലഞ്ച്. നോക്കി, എക്കോളജിക്കലി സസ്റ്റൈനബിൾ ഗ്രോത്ത്. എക്കോസിസ്റ്റത്തിന് ഒരു ദോഷവും ഉണ്ടാക്കാതെ എന്നാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത് വേണം നമുക്ക്. നമുക്ക് വേണ്ടത് പവർ എല്ലാം ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രോത്ത്, അതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി ചലഞ്ചിനെ അഡ്രസ്സ് ചെയ്യുകയും വേണം. അതായത് ഇന്ത്യ ഇപ്പം എനർജിക്ക് വേണ്ടി ഫോസിൽ ഫ്യൂവൽസിനൊക്കെ മറ്റ് പല രാജ്യങ്ങളെയും ആശ്രയിക്കുകയാണ് ഇപ്പം അല്ലേ? അപ്പം ആ ഒരു എന്താണ് ചലഞ്ച്, എക്കണോമിക്കലായിട്ടുള്ള ചലഞ്ച്, അതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യാൻ പറ്റണം ഈ നാഷണൽ സോളാർ മിഷൻ. അപ്പോൾ നമ്മൾ സോളാർ പവറിൽ കൂടുതൽ ആശ്രയിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ നമുക്ക് ഒരു എക്സ്പെൻസ്, നമ്മളെ എക്കണോമിക്കൽ ലോസ് അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫോസിൽ ഫ്യൂവൽസിനും മറ്റ് രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ല. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. അതുപോലെ ടു എൻകറേജ് അഡോപ്ഷൻ ഓഫ് കുറേ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട്. സോളാർ പവർ ടെക്നോളജീസ് ഏതൊക്കെയാണ്? സോളാർ ഫോട്ടോ വോൾട്ടാക് ടെക്നോളജി, ദെൻ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ ടെക്നോളജി, സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ്. ഇതൊക്കെ കുറേ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് സോളാർ എനർജി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ. അപ്പോൾ ഈ സോളാർ ഫോട്ടോ വോൾട്ടാക് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് സോളാർ ഫോട്ടോ വോൾട്ടാക് എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് സോളാർ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ലെൻസോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സോളാർ എനർജി ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നോളജിയാണ്. സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, അതും ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് വാട്ടർ ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസൊക്കെ ഇതിലേക്കൊക്കെ നമ്മൾ മാറണം എല്ലാവരും. അപ്പം മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്ലോബലി ഇന്ത്യയെ സോളാർ എനർജി പ്രൊഡക്ഷൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരണം. അതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇനി നാലാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് 2022 നമ്മൾ എയിം ചെയ്തിരുന്നത് 100 GW എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, പവർ. അപ്പം അത് ഒന്നുകൂടെ കൂട്ടി ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഇത് എന്താണ് നമ്മൾ
അറ്റൈൻ ചെയ്യണം, അതിനപ്പുറം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആവണം എന്നുള്ളത്. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി അതിൽ ഫേസസ്, ഈ നാഷണൽ സോളാർ മിഷനിലെ ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫേസ് 1 2010 മുതൽ 2013 വരെ ഫേസ് 1-ലായിരുന്നു ഈ ഒരു മിഷൻ. അപ്പം അത് എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫോക്കസ്ഡ് ഓൺ പ്രൊമോട്ടിംഗ് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റ്സ് ആൻഡ് ഓഫ് ഗ്രിഡ് സോളാർ ആപ്ലിക്കേഷൻ. എന്താണ് ഈ ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പവർ സപ്ലൈ നെറ്റ്വർക്ക്. നമ്മുടെ ഇലക്ട്രിസിറ്റിന്ന് പബ്ലിക് സെക്ടറിൽ കറണ്ട് സപ്ലൈ ചെയ്യുന്ന ആ ലൈൻസ്, ആ ഗ്രിഡ്, അതിനെയാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പം അവർ ജനറലി ഒരു കോമൺ, ഞാൻ പിക്ചർ കാണിക്കാം, പവർ പാനൽ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനെ എന്തിലേക്ക് കണക്ട് ചെയ്യും? ഗ്രിഡ്, പവർ സപ്ലൈ ഗ്രിഡ്, നെറ്റ്വർക്ക് ഓഫ് ലൈൻസ്, നമ്മളിപ്പം കറണ്ട് വരുന്നത് കണക്ക്. എന്നിട്ട് ഈ ഗ്രിഡുകൾ ഡൊമസ്റ്റിക് ഓരോ വീടുകളുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കറണ്ട് എടുത്തിട്ട് അധികമായിട്ടുള്ളത് തിരിച്ച് ഗ്രിഡിലേക്ക് തന്നെ പോകും. അതാണ് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പാനൽസ് എന്ന് പറയുന്നത്. എൻ്റെ പിക്ചർ കാണിക്കാം. കണ്ടോ? സോളാർ പാനൽസ് വെച്ചിട്ട് ഇൻവെർട്ടറിൽ വഴി അത് കറണ്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രിഡ്, ഇതാണ് ഗ്രിഡ് എന്ന് ഞാൻ പറഞ്ഞത്, അതിൽ വരും. അതിൽ നിന്ന് ഡൊമസ്റ്റിക് യൂസേഴ്സ്, അതായത് വീടുകളിലേക്ക് കൊടുക്കും. അധികമുള്ളത് തിരിച്ച് ഇതിലോട്ട് തന്നെ പോവുകയും ചെയ്യും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്കേജും ഇല്ലാതെ പവർ സപ്ലൈ കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്തത് ഓഫ് ഗ്രിഡ്. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പബ്ലിക്കായിട്ടുള്ള ജനറലി ഉള്ള ഗ്രിഡുമായിട്ട് കണക്ഷൻ ഇല്ല. പകരം നമ്മൾ വീട്ടിൽ ബാറ്ററി വെച്ചിട്ട് സോളാർ പാനൽ വയ്ക്കും. സോളാർ പാനൽ അത് വെച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് അത് വീട്ടിലെ ആവശ്യത്തിന് എടുക്കും. അപ്പം കറണ്ട് ഇല്ലാത്ത സമയത്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കറണ്ടായിരിക്കും എടുക്കുക. അപ്പം ഇത് റൂറൽ ഏരിയാസിലൊക്കെ ഈ ഒരു മെത്തേഡാണ് കൂടുതലും നല്ലത്. എന്തായാലും ഫേസ് 1-ൽ ഈ രണ്ട് രീതിയിൽ ഓഫ് ഗ്രിഡ് ഞാൻ കാണിക്കാം. ഉണ്ടോ? ബാറ്ററി ബാങ്കിൽ ഈ നമ്മൾ പാനൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന പവർ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് ഇൻവെർട്ടർ വഴി ഇതിന് ഗ്രിഡ്, അതായത് മെയിൻ സപ്ലൈ സെൻറ്ററുമായിട്ട് ഒരു കണക്ഷനില്ല. ഓക്കെ, അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 1000 മെഗാവാട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ഫേസ് 1-ൽ. എത്രയുള്ളതാണ്? 1000 മെഗാവാട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ കപ്പാസിറ്റി. ഇനി ഫേസ് 2 2013 മുതൽ 2017 വരെ. ഇത് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംഫസൈസ് ചെയ്തു ലാർജ് സ്കെയിൽ ഗ്രിഡ് കണക്റ്റഡ്. അപ്പോൾ ഗ്രിഡ് കണക്റ്റഡ് ആണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ലാർജ് സ്കെയിലായിട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പ്രോജക്ട്സ് വരിക, അതിന് കൂടെ റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ, വീടുകളുടെയൊക്കെ മുകളിൽ കണ്ടിട്ടില്ലേ റൂഫിൻ്റെ ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻസ്. അപ്പം അതൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരണം. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 9000 മെഗാവാട്ട് സോളാർ പവർ കപ്പാസിറ്റി. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് സോളാർ പാർക്ക് സ്കീം. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഫേംസിനെയൊക്കെ അട്രാക്ട് ചെയ്ത് ഒരു വലിയ ഹ്യൂജ് ലാൻഡ് ഏരിയ കൊടുത്ത് അവിടെ ഒരു എന്താണ് ലാർജ് സ്കെയിലിൽ സോളാർ പവർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്ത് ലാർജ് സ്കെയിലായിട്ട് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് സോളാർ പാർക്ക് സ്കീം എന്ന് പറയുന്നത്. നമുക്ക് VGF എന്ന് പറയുമ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളാർ ഫാം അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനാദ്യം വേണ്ടുന്ന അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആണ്. അപ്പോൾ സപ്പോസ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കറണ്ട് ജനറേറ്റ് ചെയ്യുമ്പം ഇവർക്ക് ലാഭം കിട്ടണമെങ്കിൽ യൂണിറ്റിന് 3 രൂപ വെച്ചിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക. പക്ഷേ
എല്ലാവരും സോളാറിലോട്ട് മാറണം, അത് സപ്പോർട്ട് ചെയ്യണം എന്ന് കരുതി ഗവൺമെൻറ് പറയും 2 രൂപയ്ക്ക് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അവിടെ 1 രൂപ അവർക്ക് ലോസ് അല്ലേ? ഈ ലോസ് ആയിട്ടുള്ള ഈ എമൗണ്ട് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് ഇവർക്ക് കൊടുക്കും. കാരണം ഈ സോളാർ മെത്തേഡ് ഓഫ് പവർ ജനറേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്ത് കൊടുക്കും. ഇത് ഫേസ് 2-ൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഇനി ഫേസ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് ടാർജറ്റ് ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? അച്ചീവ് 100 GW ഓഫ് സോളാർ പവർ കപ്പാസിറ്റി. കൂടുതൽ സോളാർ പാർക്സ് ഉണ്ടാക്കുക, റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസ് ഉണ്ടാക്കുക, ഓഫ് ഗ്രിഡ് സോളാർ ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പം മേജർ പ്രോജക്ട്സ് ഏതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബദ്ല സോളാർ പാർക്ക് ഇൻ രാജസ്ഥാൻ, അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇത് ഫേസ് 3-ലാണ് കേട്ടോ. ഇനി ഫേസ് 4 2022 മുതൽ ഇപ്പം അറ്റ് പ്രസൻറ്റ്. അപ്പം ആ ഒരു ഫേസിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റെയിനിങ് ആൻഡ് എക്സ്പാൻഡിങ് സോളാർ കപ്പാസിറ്റി ബിയോണ്ട് 100 GW. ഇപ്പോൾ 100 GW എത്തി, അത് അതേപോലെ നിർത്തുക, ഇനി അതിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക, കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുക. അതാണിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊമോട്ട്സ് അഡോപ്ഷൻ ഓഫ് അഡ്വാൻസ് സോളാർ ടെക്നോളജീസ്. ഏതൊക്കെയാണ്? ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോഡീസിൻ്റെ മുകളിൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പവർ ജനറേറ്റ് ചെയ്യുക. ഉണ്ടാവും വലിയ വാട്ടർ ബോഡീസിൻ്റെ മുകളിൽ വലിയ ബിഗ് സൈസുള്ള പാനൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പവർ ജനറേറ്റ് ചെയ്യുക. എക്സാമ്പിളാണ് രാമഗുണ്ടം ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്. തെലങ്കാനയിലെ വൺ ഓഫ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള സച്ച് ടൈപ്പ് ഓഫ് പ്രോജക്റ്റാണ് രാമഗുണ്ടം ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ്. അടുത്ത ഒരു ടെക്നോളജി ഫേസ് 4-ൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോളാർ വിൻഡ് ഹൈബ്രിഡ്. ഇതൊരു ഹൈബ്രിഡാണ്. അപ്പം ഒരു ലാൻഡ് ഏരിയയിൽ ഇത് രണ്ടും തുടങ്ങും. സോളാർ എനർജിയും ഹാർവെസ്റ്റ് ചെയ്യും, വിൻഡ് എനർജിയും. അപ്പം ഒരു ബ്രേക്കേജും ഇല്ല പവർ ജനറേഷന്. എപ്പോഴാണോ സൺലൈറ്റ് ഇല്ലാതെ വരുന്നത് അപ്പോൾ വിൻഡിൻ്റെ എനർജി വെച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യും. അനന്തപൂർ സോളാർ വിൻഡ് ഹൈബ്രിഡ് പ്രോജക്റ്റ് അതിന് എക്സാമ്പിളാണ്. ഉണ്ടോ? സോളാർ പവർ പാനലും ഉണ്ട്, വിൻഡ് മിൽസും ഉണ്ട്. അപ്പം ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ബാറ്ററി ബാങ്കിൽ സ്റ്റോർ ചെയ്യും കറണ്ട്, എന്നിട്ടത് സപ്ലൈ ചെയ്യും. അടുത്തത് സോളാർ എനർജി സ്റ്റോറേജ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി ജനറേറ്റ് ചെയ്യുന്നതിനെ സ്റ്റോർ ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ള സൊല്യൂഷൻസ് അത് കൂടുതൽ മെച്ചപ്പെടുത്തും. 2030 ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് 500 GW എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതേ കണക്ക് ഡൊമസ്റ്റിക് സോളാർ പാനൽ മാനുഫാക്ചറിങ് അത് പ്രൊമോട്ട് ചെയ്യണം. എന്ത് ഡൊമസ്റ്റിക് സോളാർ പാനൽ മാനുഫാക്ചറിങ്? സോളാർ പാനൽസ് ഉണ്ടല്ലോ, അതിൻ്റെ പാർട്സ് മുമ്പൊക്കെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ചൈനയിൽ നിന്നുമൊക്കെ. അപ്പം അത് നിർത്തിയിട്ട് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് നടത്തണം. അതിനൊരു പ്രോജക്റ്റ് ഉണ്ട്, ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്നാണ് പേര്. അപ്പം ആ ഒരു പ്രോജക്റ്റ് വന്ന് അതിൽ ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഈ സോളാർ പാനൽസിന് ആവശ്യമായിട്ടുള്ള പാർട്സ്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ നാഷണൽ സോളാർ മിഷൻ വന്നുകൊണ്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഇന്ത്യ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സോളാർ എനർജി ആയി. നമ്മൾ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സായി. സോളാർ ടാരിഫ്സ് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് അഫോർഡബിളായി സോളാർ എനർജി. അതേപോലെ ഒരുപാട് സോളാർ പാർക്സ് നമ്മുടെ രാജ്യത്തിലുടനീളം വന്നു, ഇൻക്ലൂഡിങ് ബദ്ല സോളാർ പാർക്ക് ഇൻ രാജസ്ഥാൻ. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? ഇതാണ് നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രിവെൻറ്റീവ് മെഷർ അഗൈൻസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വേറൊരു പ്രിവെൻറ്റീവ് മെഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, NMEEE, നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി. ഈ മിഷൻ എന്ന് പറയുന്നത് 2008 നാഷണൽ സോളാർ മിഷൻ 2010 ഇത് 2008 നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ
8 മിഷൻസ് അവർ പ്രപ്പോസ് ചെയ്തു. അതിൽ ഒരെണ്ണമായിരുന്നു നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുക, റെഡ്യൂസ് എനർജി കൺസംഷൻ അക്രോസ് വേരിയസ് സെക്ടേഴ്സ് വൈൽ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇന്ത്യാസ് കമ്മിറ്റ്മെന്റ് ടു ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. എന്താ വല്ലതും മനസ്സിലായോ? ഒന്നുമില്ല. എല്ലാ മേഖലകളിലും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ച് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഹൈ പെർഫോമൻസ് തരുന്ന എക്യുപ്മെൻറ്റ്സ് ആയാലും മെഷീനറി ആയാലും ആ രീതിയിലുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതിലോട്ട് പോകാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രീസ്, ബിൽഡിങ്സ് ആൻഡ് അതർ സെക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വലിയൊരു ചോക്ലേറ്റ് ഫാക്ടറി ആലോചിക്കുക. ആ ചോക്ലേറ്റ് ഫാക്ടറി തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജാപാന്റെ കാലത്താണ്. അന്ന് അവർക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നോ അത് തന്നെയാണ് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ എനർജി റിക്വയർമെന്റ് ഭയങ്കര വലുതായിരിക്കും അല്ലേ? അപ്പോൾ അവരതൊന്നും മനസ്സ് വെച്ച് അവർ മാറ്റിയാൽ, ആ മെഷീനറീസ് ഒക്കെ മാറ്റിയിട്ട് ഇത്തിരി കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എനർജി മീൻസ് കൺസേർവ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു കാർബൺ എമിഷൻ കുറയ്ക്കാനും എനർജി സേവ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു കാര്യമല്ലേ? അതാണ് പറഞ്ഞത്. ടു പ്രൊമോട്ട് എനർജി എഫിഷ്യൻസി ഇൻഡസ്ട്രിയിലായാലും ബിൽഡിങ്സിലായാലും എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള ഒരു അപ്രോച്ച്. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തേന്ന് പറയുന്നത് ടു റെഡ്യൂസ് എനർജി കൺസംഷൻ ആൻഡ് കാർബൺ എമിഷൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് വീട്ടിൽ ഒരു AC വാങ്ങണം. AC വാങ്ങണമെന്ന് പറയുമ്പോൾ കടയിൽ ചെന്നിട്ട് നമ്മൾ വില കുറഞ്ഞത് നോക്കും. ചിലർ, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞേ. അങ്ങനെ നോക്കരുത്. നമ്മുടെ പൊല്യൂഷൻ ഇഫക്റ്റ് കുറവുള്ള എന്നാൽ കുറച്ച് എനർജി കുറച്ചുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള AC ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് എനർജി മതി, പക്ഷേ എങ്കിൽ അത് റൂം നല്ലതായിട്ട് കൂൾ ചെയ്യും. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള എനർജി കൺസപ്ഷൻ കുറച്ച് കാർബൺ എമിഷൻ കുറവുള്ള എല്ലാ എന്താണ് മെഷീനറി ആയാലും അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അത് കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ഇനി അടുത്തതെന്ന് ഒബ്ജക്റ്റീവ് നോക്കിയാൽ ടു എൻകറേജ് ദി യൂസ് ഓഫ് എനർജി എഫിഷ്യൻറ്റ് ടെക്നോളജീസ് ആൻഡ് എക്യുപ്മെൻറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും LED ബൾബുകൾ കൂടുതൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ LED ബൾബുകൾക്ക് കുറച്ച് എനർജി മതി. അപ്പോൾ അങ്ങനെയുള്ള എനർജി എഫിഷ്യൻറ്റ് ടെക്നോളജി, അതുകൊണ്ട് എക്യുപ്മെൻറ്റ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അടുത്ത ഒബ്ജക്റ്റീവ്. ടു ക്രിയേറ്റ് എ മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം. കണ്ടോ, മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം. കാരണം എനർജി സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ളത് വെച്ചിട്ട് ടു ക്രിയേറ്റ് എ മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ഫോർ എനർജി സേവിങ്. അതെന്താ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 കമ്പനിയുണ്ട്. അപ്പം ഗവൺമെൻറ് പറയുകയാണ്, ഇന്ന മാസം ആകുമ്പോഴത്തേക്ക് ഇത്രയും എനർജി കഴിഞ്ഞ വർഷത്തിലെ വെച്ചിട്ട് നിങ്ങൾ കുറച്ചിരിക്കണം, അത്രയും സേവ് ചെയ്യണം, ഒരു ടാർജറ്റ് കൊടുക്കും. അപ്പോൾ ആ ഒരു മാസം ആവുമ്പോൾ A എന്ന് പറയുന്ന കമ്പനി ആ ഗവൺമെൻറ് പറഞ്ഞതിലും കൂടുതൽ സേവ് ചെയ്തെന്നിരിക്കട്ടെ. അങ്ങനെ സേവ് ചെയ്യുമ്പം അവർക്കൊരു സർട്ടിഫിക്കറ്റും കൊടുക്കും. എന്നാൽ B എന്ന് പറയുന്ന കമ്പനി ആ പറഞ്ഞ ടൈം ആവുമ്പോൾ ആ എനർജി സേവ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ പറ്റാത്ത കമ്പനിയുടെ അടുത്ത് പറയും, നിങ്ങൾ പോയിട്ട് കൂടുതൽ എനർജി സേവ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ കമ്പനിയില്ലേ, അവരുടെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പെനാലിറ്റി അടയ്ക്കണ്ട. അപ്പോൾ ആർക്ക് പൈസ കിട്ടി? എനർജി സേവ് ചെയ്തവർക്ക് പൈസ കിട്ടി. അപ്പോൾ അവർക്കൊരു പ്രോംപ്റ്റിംഗ് ആവും. മനസ്സിലായി? അതാണ് മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ഫോർ എനർജി സേവിങ്സ്. സോറി. ഇനി ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ എനർജി എഫിഷ്യൻസി പ്രോജക്റ്റ്. അതായത് പ്രൈവറ്റ് ഫേമും ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റോഡ് സൈഡിലെ ഇലക്ട്രിക് ലൈറ്റുകൾ മാറ്റിയിട്ട് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഗവൺമെൻറ് പ്രൈവറ്റിൻ്റെ പാർട്ട്ണർഷിപ്പിൽ പിന്നെ ഫിനാൻഷ്യൽ ലോസ് ഇല്ലാതെ ഒരു സ്വിച്ചിങ് ഇലക്ട്രിക് ലൈറ്റുകളിൽ നിന്ന് സോളാർ ലൈറ്റിലേക്ക് മാറാൻ പറ്റി.
അപ്പം പ്രൈവറ്റ് ഫേംസിന് ഗവൺമെന്റിൽ നിന്ന് പേയ്മെന്റ് കിട്ടി, ഗവൺമെന്റിന് ഇലക്ട്രിസിറ്റി ബില്ല് കുറഞ്ഞും കിട്ടി. മനസ്സിലായി? അങ്ങനെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഇതിൽ കുറെ കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 key components, ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കണ്ടോ, പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ്, പാറ്റ് എന്ന് പറയാം. പി ഫോർ പെർഫോം, എ ഫോർ അച്ചീവ്, ടി ഫോർ ട്രേഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 കമ്പനികളുടെ കാര്യം, ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ടു ഇംപ്രൂവ് എനർജി എഫിഷ്യൻസി ഇൻ എനർജി ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്. എനർജി ഒരുപാട് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആവില്ലേ? അത് തന്നെ. Industries are given specific energy saving target. If they achieve the target, they receive energy saving certificate. അപ്പോൾ അവർക്ക് എനർജി സേവിങ് സർട്ടിഫിക്കറ്റ് കിട്ടും, വിച്ച് ക്യാൻ ബി ട്രേഡഡ് ഇൻ ദ എനർജി മാർക്കറ്റ്. എനർജി മാർക്കറ്റിൽ അവർക്കത് സെല് ചെയ്യാം. ഇഫ് ദേ ഫെയിൽ, ഏതെങ്കിലും കമ്പനി ഫെയിൽ ആയാൽ ദേ ഹാവ് ടു ബൈ സർട്ടിഫിക്കറ്റ്സ് ഫ്രം അതർ ഇൻഡസ്ട്രീസ് ഓർ പേ എ പെനാൽറ്റി. അതാണ് ഒരു കമ്പോണൻറ്റ്. അതിൻ്റെ ആ മോഡ് ഓഫ് ആക്ഷനിലെ ഒരു കമ്പോണൻറ്റ്. എക്സാമ്പിൾ, ഇൻഡസ്ട്രീസ് ലൈക്ക് സ്റ്റീൽ, സിമെന്റ്, തെർമൽ പവർ പ്ലാന്റ്സ്, ഇതൊക്കെ ഈ പാറ്റ് സ്കീമിൽ ഉൾപ്പെടുന്നവയാണ്, അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർ എനർജി എഫിഷ്യൻസി, MTEE എന്ന് പറയും. മാർക്കറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്താണ്, എനർജി എഫിഷ്യന്റ് അപ്ലയൻസ്. നേരത്തെ പറഞ്ഞില്ലേ LED ലൈറ്റിൻ്റെ അത് തന്നെ, LED ലൈറ്റ്, അതുകൊണ്ട് സ്റ്റാർ റേറ്റഡ് ഇലക്ട്രിക്, നല്ല 5 സ്റ്റാർ ഉള്ള AC, അങ്ങനെയൊക്കെയുള്ള എല്ലാ മെഷീൻസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അങ്ങനെയുള്ളത് വാങ്ങുക. അപ്പോൾ എൻകറേജ് മാനുഫാക്ചേഴ്സ് ടു പ്രൊഡ്യൂസ് എനർജി എഫിഷ്യൻറ്റ് പ്രോഡക്ട്സ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. അപ്പോൾ അങ്ങനെയുള്ള മെഷീൻസ് ഇത്തിരി വില കുറച്ച് ഉണ്ടാക്കാൻ കൂടി മാനുഫാക്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. അതും ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. മനസ്സിലായി? അതാണ് മാർക്കറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർ, മാർക്കറ്റിനെ ആ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. Example, widespread use of LED bulb under Ujala scheme is a result of this market transformation for energy efficiency, a component of NMEE. നിങ്ങൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എക്സാമ്പിൾസ് പറയുന്നത് കേട്ടോ. ഇനി എനർജി എഫിഷ്യൻസി ഫിനാൻസിങ് പ്ലാറ്റ്ഫോം, EEFP എന്ന് പറയുമ്പോഴത്തേക്ക് അത് സംഭവം പോയിന്റ് കണ്ടോ, പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കമ്പനീസ് ഫോർ ഇംപ്ലിമെന്റിംഗ് എനർജി എഫിഷ്യൻസി പ്രോജക്ട്സ്, എൻകറേജ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻവെസ്റ്റ് ഇൻ എനർജി എഫിഷ്യൻസി പ്രോജക്ട്. അപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടാൻ നമുക്ക് ഡെയിലി ലൈഫ് റിലേറ്റ് ചെയ്തൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ കോളേജിലോട്ട് അല്ലെങ്കിൽ കോളേജിലോട്ട് പോകുമ്പോൾ ബസ്സിലാണ് പോകുന്നത്. അപ്പം ബസ്സിൽ പോകുമ്പോൾ പൈസ വേണമല്ലോ. അപ്പം അതൊന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങാം. അധികം ദൂരമില്ല കേട്ടോ. അപ്പം സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ സൈക്കിൾ വാങ്ങാനുള്ള പൈസ കയ്യിൽ ഇല്ല. അപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറഞ്ഞു, മോനെ ഞാൻ പൈസ തരാം, നീ വാങ്ങിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന് പൈസ ലാഭിക്കാം, ഒന്ന് എക്സസൈസ് ആണ് അല്ലേ? അതേപോലെ ഇവിടെ പേരൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പം ഈ കമ്പനീസിന് അറിയാം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഏത്, പക്ഷെ അതിലേക്ക് ഇറങ്ങാൻ അവർക്ക് പൈസ കുറവ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ചില ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ ഏൽപ്പിക്കാൻ അവർക്ക് കൊടുക്കൂ എന്ന് പറയും. അപ്പോൾ അവരതിന് തയ്യാറാകും. അങ്ങനെ എനർജി എഫിഷ്യൻറ്റ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന്റെ പ്രോംപ്റ്റിങ്ങോടുകൂടി അവർ തയ്യാറാകും. അപ്പം അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. എനർജി സേവിങ് പ്രോജക്ട്സിന് കൂടുതൽ എന്താണ് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് ഉണ്ടാകും. മൊത്തത്തിൽ സൊസൈറ്റിയിൽ ആ ഒരു രീതിയിൽ മാറ്റം വരും. കാരണം ആദ്യം എല്ലാവരും മടിച്ചിരിക്കുകയാണ്, ഇത്രയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഒക്കെ വേണം എന്ന് ഓർത്തുകൊണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ ഫ്രെയിംവർക്ക് ഫോർ എനർജി എഫിഷ്യന്റ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നത് സപ്പോർട്ട്സ് ദ ഡെവലപ്മെന്റ് ഓഫ് എനർജി എഫിഷ്യന്റ് പോളിസീസ് ആൻഡ് പ്രോജക്ട്സ്, പ്രൊവൈഡ്സ് ഫണ്ടിങ് ആൻഡ് റിസ്ക് ഗ്യാരണ്ടി ടു പ്രൊമോട്ട് ലാർജ് സ്കെയിൽ എഫിഷ്യൻസി ഇൻവെസ്റ്റ്മെന്റ്.
ആ പറയുന്നത് നമുക്കൊന്ന് കാര്യം ഓർത്തിരിക്കണേ, നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണ്ടേ. അപ്പം നമുക്ക് പഴയ പോണക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ കോളേജിൽ ഒരു നല്ലൊരു ലൈബ്രറി ചെയ്യണമെന്ന് മാനേജ്മെന്റ് വിചാരിക്കുന്നു. അപ്പം അതിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സ്, ലൈറ്റ്സ് അതെല്ലാം വെച്ചിട്ട് നല്ല സ്റ്റൈലായിട്ട് സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പൈസ ഒക്കെ കുറവ്. പിന്നെ ഇനി എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തിയിട്ട് അത് ചെയ്താൽ ഇനി അത് അത്ര എഫിഷ്യൻ്റ് ആകുമോ, ശരിയാകുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം. പൈസ നഷ്ടമാവുമോ, എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തി അത് ചെയ്ത് കഴിഞ്ഞാലും അത് അതുകൊണ്ട് അത്ര ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം. അപ്പം വന്നു നമ്മുടെ ഹീറോ പി ടി എ വന്നിട്ട് പറയും, ശരി ഞങ്ങൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യാം, നിങ്ങളത് ചെയ്യ് തൽക്കാലം. ഇനി എന്തെങ്കിലും അതിന് പാളിച്ച വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിസ്ക്, ആ ഒരു നഷ്ടം നികത്താനും ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും മാനേജ്മെന്റിന് ഒരു ഉണർവാണ്, എങ്കിൽ അത് ചെയ്യാമല്ലോ എന്നുള്ളത്. അതേപോലെ എനർജി എഫിഷ്യൻസി പോളിസീസ് ആൻഡ് പ്രോജക്ട്സ്, അത് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ വേണം, റിസ്ക് ഉണ്ട്, അത് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു അമാന്തം, ഒരു എന്തുവാണ്, ഒരു ഡിലമ അല്ലേ. അപ്പോൾ ഇവിടെ PTA എന്ന് പറയുന്നത് ഗവൺമെന്റ് പല സെക്ടേഴ്സിൽ എനർജി എഫിഷ്യൻസി പോളിസീസ് ആൻഡ് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. നിങ്ങൾ ചെയ്തോളൂ, ഫിനാൻഷ്യൽ സപ്പോർട്ട് തരാം, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനകത്തെ റിസ്ക്, അതിലെ നഷ്ടം വരുന്നത് പരിഹരിക്കാനുള്ളതും ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോംപ്റ്റ് ചെയ്യും. അപ്പം എന്തു പറ്റും, എല്ലാ സെക്ടേഴ്സും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രോജക്ട്സിലേക്കും സ്വിച്ച് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം ഗവൺമെന്റിന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് വെച്ച് പറയുന്നത് PTA അറിയാം, ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും പറ്റത്തില്ല, നല്ലതേ വരത്തുള്ളൂ എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ സൊസൈറ്റിയിൽ ഒരു എൻവിയോൺമെന്റ് സേവിങ് അപ്രോച്ച് അത് ഡെവലപ്പായി വരും. ഇനി അച്ചീവ്മെന്റ്സ് എന്തൊക്കെ വന്നു നോക്കാം. നമുക്ക് റിഡക്ഷൻ ഇൻ കാർബൺ എമിഷൻ, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും കാർബൺ എമിഷൻസും എനർജി കൺസംഷനും ഒക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്, എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് അപ്പോൾ എല്ലാവരും വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ ക്രിയേഷൻ ഓഫ് മാർക്കറ്റ് ബേസ്ഡ് എനർജി എഫിഷ്യൻസി സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് കൊടുക്കുന്ന കാര്യം. പിന്നെ നാലാമത് ഡെവലപ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ മോഡൽസ് കൊടുക്കും, ഓപ്ഷൻസ് ടു സപ്പോർട്ട് എനർജി എഫിഷ്യൻസി പ്രോജക്ട്സ്. അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഹോട്ടലുണ്ട്, അപ്പം അവിടെ ഒരു നല്ല കൂടിയ ഓവൻ വാങ്ങണം, പിസ്സ ഹട്ട് ആയിക്കോട്ടെ. അപ്പോൾ ഓവൻ വാങ്ങാൻ പൈസ ഇല്ല. അപ്പം നിങ്ങളുടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾ വന്നിട്ട് പറയുകയാണ്, നീ വിഷമിക്കണ്ടടാ, ഞാൻ നിനക്ക് ഓവൻ വാങ്ങാനുള്ള പൈസ തരാം, നീ മാസം മാസം കുറേ വെച്ച് എനിക്ക് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ വേറൊരു സുഹൃത്ത് പറഞ്ഞു, അപ്പം ഞാൻ നിനക്ക് ഒരു ഓവൻ അങ്ങ് വാങ്ങിച്ചു തരാം, നീയേ മാസം കിട്ടുന്ന ആ പ്രോഫിറ്റിന്റെ ഒരു ഹാഫ് എനിക്ക് തന്നാൽ മതി. അപ്പം വേറൊരു ഫ്രണ്ട് അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, ഇതേ നീ ഒരു ഓവൻ അങ്ങ് വാങ്ങിച്ചോ, വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതിൽ നഷ്ടം വല്ലതും വന്നാൽ അതിൻ്റെ ഒരു ഹാഫ് ഞാൻ നിന്നെ തന്ന് സഹായിക്കാം. അപ്പം 3 വഴിയാണ് അയാളുടെ മുമ്പിൽ, 3 മോഡൽസ്, ഫിനാൻഷ്യൽ മോഡൽസ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ഇവിടെ അതുകൊണ്ട് ഗവൺമെന്റ് പിന്നെ എന്താണ് എനർജി എഫിഷ്യൻസി പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ മോഡൽസ് പ്രപ്പോസ് ചെയ്യും, അത് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുകയും ആ ഒരു രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പം അടുത്തത് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, NMSH. അപ്പം ഇത് എന്ന് പറയുന്നത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ 2010 നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അന്ന് വന്നിട്ടുള്ള 8 കീ മിഷൻസിലെ ഒരെണ്ണമാണ് ഇത്, ലൈക്ക് നാഷണൽ സോളാർ മിഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ സിറ്റീസ്. എന്ത് ചെയ്തുകൊണ്ട്, റെഡ്യൂസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് അർബൻ ഗ്രോത്ത് ഓൺ എൻവിയോൺമെന്റ്, അതാണ് ഇവരുടെ ഉദ്ദേശം.
പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഡെവലപ്മെന്റ് സിറ്റീസിലുണ്ടാക്കുക. എവിടെയാ? സിറ്റീസിൽ. അതിനോടൊപ്പം തന്നെ അർബൻ ഗ്രോത്തിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കിപ്പം നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പൊട്ടി ഒലിക്കുന്ന പൈപ്പുകൾ, ഓടകൾ, ഒരു മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം പോകും, മൊത്തത്തിലൊരു വൃത്തി ഇല്ലായ്മയല്ലേ നമ്മൾ കാണുക സിറ്റിയിലോട്ട് വരുമ്പോൾ. ക്ലീൻ ആയിട്ടുള്ള സിറ്റി നമുക്ക് എത്ര നമുക്ക് ഫെമിലിയർ ആണ്. അപ്പം അതിന് പകരം അൾട്രാ ക്ലീൻ ആയിട്ടുള്ള സിറ്റി എന്ന് പറയുമ്പോൾ എന്തോ എല്ലാ ഫെസിലിറ്റിയും അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടണം. അപ്പോൾ ഫെസിലിറ്റീസ് എല്ലാം ആൾക്കാർക്ക് കിട്ടണം. ഒപ്പം എന്താണ്, ഒരു പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവാതെ എനർജി കൺസേർവ് ചെയ്യുന്ന, പിന്നെ എൻവിയോൺമെന്റിനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഡെവലപ്മെന്റ്, അത് കൊണ്ടുവരിക എന്നുള്ളതാണ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്. അപ്പൊ നമ്മൾ എന്താണെന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഒബ്ജക്റ്റീവ്സ്, മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ബിൽഡിംഗ്. എന്ത് പ്രൊമോട്ട് ചെയ്യുന്നത്? സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ബിൽഡിംഗ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു സിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ കയറി വരികയാണ്. അവിടുത്തെ ബിൽഡിങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള എല്ലാം ഫുൾ ഫെസിലിറ്റി, പക്ഷേ എങ്കിൽ അതിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും എനർജി കൺസേർവിങ് ആണ്. വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടോ അതിനകത്ത്, മഴവെള്ളം സംഭരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പവർ സോഴ്സസ് ഉപയോഗിക്കുന്നതെല്ലാം എനർജി കൺസേർവ് ചെയ്യുന്നതാണ്. പിന്നെ AC ഇല്ലാതെ തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന എങ്ങനെയാണ്? റൂഫ് ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടങ്ങളുടെ മണ്ടയിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ മിറ്റിഗേഷൻ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു, ഗ്രീൻ റൂഫ് ടോപ്സ്, റൂഫിന്റെ മുകളിലൊക്കെ നല്ല ഗ്രീനറി വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അകത്തൊരു കൂളിംഗ് കിട്ടും. അപ്പം അങ്ങനെ ഉള്ള ഒരു സിറ്റി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ആ സിറ്റിയിൽ എന്നുവെച്ചാൽ എല്ലായിടവും നല്ല അൾട്രാ ക്ലീൻ, എല്ലാ ബിൽഡിങ്സും ഈ ഒരു രീതിയിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എല്ലാം നേച്ചറിനെ അല്ലെങ്കിൽ എൻവിയോൺമെന്റിനെ സേവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള അതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റ്. അതേപോലെ ടു ഇംപ്രൂവ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് എൻകറേജ് വേസ്റ്റ് റീസൈക്ലിംഗ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് എൻകറേജ് വേസ്റ്റ് റീസൈക്ലിംഗ്. ചില രാജ്യങ്ങളിൽ ട്രാഷ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വേസ്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക. അപ്പം ചില എന്താണ് ബിവറേജസ് നമ്മൾ കുടിക്കുന്നത്, അപ്പം അവിടെ ചില എന്താണ് കളക്ഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട്. കാലി ബോട്ടിലുകൾ ഇത്രയും കൊടുക്കുമ്പോൾ നമുക്കത് വാങ്ങാനുള്ള പൈസയിലൊരു റിഡക്ഷൻ കിട്ടും. അപ്പം അത്രയും റീസൈക്കിൾ ആവും അവിടെ ഇവിടെയും വലിച്ചെറിയാതെ. മനസ്സിലായോ? അതേപോലെ തന്നെ വേറെ ചിലയിടത്താണെങ്കിലും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് ഉണ്ട്, യൂസ് ചെയ്ത് പഴകിയ സാരി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയത് തരും, അത് എടുക്കും, അതായത് പഴയ. അപ്പം അതേപോലെയുള്ള അപ്രോച്ചസ് പല രീതിയിലുള്ള വേസ്റ്റ് റീസൈക്ലിങ്ങിന് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ്. ഇനി പ്രൊമോട്ട് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അത് നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട്, ബൈസിക്കിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ജപ്പാനിലെ ആൾക്കാർ കൂടുതലും ബൈസിക്കിൾ അല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പം നമുക്കറിയാം, ഓരോരുത്തരുടെയും വീട്ടിൽ ഇപ്പം വന്ന് ആൾക്ക് ഓരോന്ന് കാറാണ്, ആൾക്ക് ഓരോന്ന് ബൈക്കാണ് അല്ലേ. അപ്പം അത് പറയുന്നത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. അപ്പം ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും അവരവരുടെ വണ്ടി എടുക്കുന്നതിനേക്കാട്ടിൽ എനർജി സേവ് ചെയ്യത്തില്ലേ അവരെല്ലാം ഒരൊറ്റ ഒരു വാഹനത്തിൽ പോകുമ്പോൾ. അല്ലെങ്കിൽ കാറിൽ പോകണമെന്നാണ് നിർബന്ധം എന്നുള്ളെങ്കിൽ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ 3-4 പേര് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു വണ്ടി എടുത്തിട്ട് പോവുക. അങ്ങനെയൊക്കെയുള്ള അപ്രോച്ചസ് സ്വീകരിക്കുക.
ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് സിസ്റ്റം. അത് പറയുമ്പോൾ വാട്ടർ സപ്ലൈയുടെ ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക, വാട്ടർ കൺസേർവ് ചെയ്യുക. ചിലയിടത്തൊക്കെ റീസൈക്ലിംഗ് ഓഫ് വാട്ടർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ട് ഒഴുകി കളയുന്ന വെള്ളത്തിനെ റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും പല രീതിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ ആക്കിയെടുക്കുന്ന ചില പ്ലേസുകളുണ്ട്. ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഫ്രം സിറ്റീസ്. കണ്ടോ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക, സോളാർ പവർ പാനൽസിലേക്ക് മാറുക, എനർജി സോഴ്സായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ അതന്നെ എമിഷൻസ് ഒക്കെ കുറയ്ക്കുക. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. NMSHന്റെ കീ ഫോക്കസ് ഏരിയാസ് 3 മേജർ ഏരിയാസ് ആണ്. അതിൽ ഒന്നാമത്തത് അർബൻ പ്ലാനിങ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ബിൽഡിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിറ്റിയുടെ കാര്യം. ബിൽഡിങ്ങിൽ കയറുമ്പോൾ അവിടെ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള ഫെസിലിറ്റി, പിന്നെ എനർജി കൺസേർവിങ് ആയിട്ടുള്ള യൂട്ടിലിറ്റീസ് ആണ് എല്ലാം. പിന്നെന്താണ് ഗ്രീൻ റൂഫ് ടോപ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. പ്രൊമോട്ട് ബിൽഡിംഗ് ദാറ്റ് യൂസ് ലെസ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ സോളാർ പാനൽസ് ഉപയോഗിക്കണം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ഒക്കെ കൂടുതൽ അത് ഉള്ള ഓരോ ബിൽഡിങ്ങിനും അങ്ങനെ ഒരു സംവിധാനം ഉള്ള ടൈപ്പ് ബിൽഡിങ്ങുകൾ ചേർന്ന സിറ്റീസ് ആവണം. എനർജി സേവിങ് ലൈറ്റ്സ് ഒക്കെ വരണം. എക്സാമ്പിൾ ഉണ്ടോ, ബിൽഡിങ്സ് വിത്ത് LED ലൈറ്റ്സ്, സോളാർ വാട്ടർ ഹീറ്റേഴ്സ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ആൻഡ് എനർജി എഫിഷ്യൻറ്റ് ബിൽഡിംഗ്. ഇതാണ് ഒരു ഫോക്കസ്. രണ്ടാമത്തത് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഞാൻ പറഞ്ഞതാണ്, ഇനിയും പറയുന്നില്ല. നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട്, ബൈസിക്കിൾസിൻ്റെയൊക്കെ കാര്യം, മെട്രോ ട്രെയിൻസ്, ഇലക്ട്രിക് ബസ്, സൈക്ലിംഗ് ട്രാക്സ് അതൊക്കെ കൊണ്ടുവരിക. പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ എണ്ണം കുറയ്ക്കുക, അതുവഴി പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. എക്സാമ്പിൾ കണ്ടോ, മെട്രോ റെയിൽ സിസ്റ്റം ഡൽഹി, കൊച്ചി, മുംബൈ അത് വന്നതുകൊണ്ട് പൊല്യൂഷൻ അവിടെ ഭയങ്കര പൊല്യൂഷനാണ്. പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റി, ട്രാഫിക് കുറയ്ക്കാൻ പറ്റി. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഹൗസ് ഹോൾഡ് ലെവലിൽ തന്നെ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് പലതും പല ടൈപ്പ് പ്ലാസ്റ്റിക്കായിട്ട്, പിന്നെ പേപ്പർ വേസ്റ്റ് വേറെ, പിന്നെ ഗ്ലാസ് വേസ്റ്റ് വേറെ, ഇലക്ട്രോണിക് വേസ്റ്റ് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആശയം ഹൗസ് ഹോൾഡ് ലെവലിൽ നിന്ന് തന്നെ അത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എന്താണ് റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ്, വേസ്റ്റ് കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് കമ്പോസ്റ്റിംഗ് സിസ്റ്റംസ് ഓരോ വീടുകളിലും ഇപ്പം അതൊക്കെ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ആയി വരുന്നുണ്ട് ഓരോ ഏരിയയിലും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എന്താണ് വേസ്റ്റ് ടു എനർജി, വേസ്റ്റിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രിസിറ്റി വരെ. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, കുക്കിംഗ് ഗ്യാസ്. അപ്പോൾ അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇൻ സം സിറ്റീസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് യൂസ് ടു മേക്ക് റോഡ്സ്. കണ്ടോ, പ്ലാസ്റ്റിക് ടാർ ഇടുന്നതിന് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എങ്ങനെയോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ചാണ്. ഇനി NMSHന്റെ അച്ചീവ്മെന്റ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. മെട്രോ റെയിൽ നെറ്റ്വർക്ക്സ് പല സിറ്റീസിലും പുതുതായിട്ട് കൊണ്ടുവന്നു, അതൊക്കെ സക്സസ്ഫുൾ ആക്കാൻ പറ്റി. പിന്നെ സ്മാർട്ട് സിറ്റീസ്, ഈ ഫെസിലിറ്റീസ് നമ്മളിപ്പോൾ പറഞ്ഞ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള സ്മാർട്ട് സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ബെറ്റർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ കൊണ്ടുവരാൻ പറ്റി. വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ്, ബെറ്റർ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. എനർജി എഫിഷ്യന്റ് ബിൽഡിങ്സ് വിത്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് സോളാർ എനർജി സിസ്റ്റം ഇതെല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റി. ഇനി അടുത്തത് NMSHന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി എയർ പൊല്യൂഷൻ കുറഞ്ഞു, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറഞ്ഞു. അപ്പം സിറ്റീസ് എല്ലാം നല്ല കുട്ടപ്പനായി, ക്ലീനർ ആൻഡ് ഗ്രീൻ ആയി. അതുകൊണ്ട് സിറ്റീസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നതും വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളതും ആയിട്ട് മാറി. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ആയ വാട്ടർ, എനർജിയൊക്കെ കൺസേർവ് ചെയ്യാൻ പറ്റി ഈ ഒരു മിഷൻ വന്നതിലൂടെ. അടുത്തത് ഗ്രീൻ ഇന്ത്യ മിഷൻ, ജിം. അപ്പൊ ജിം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും അല്ലേ? ജിമ്മിലൊക്കെ പോകാത്തവർ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ആ ജിമ്മല്ല, ഇത് ഗ്രീൻ ഇന്ത്യ മിഷൻ. ഗ്രീൻ എന്ന് പറയുമ്പോഴേ ഗ്രീനറി ഓർക്കുക. ഓക്കെ, അപ്പം ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത് 2014
നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അന്നും വന്നു ഒരു 8 മിഷൻസ്. അതിനകത്തെ ഒന്നാണ്. അപ്പോൾ ഇയർ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഗ്രീൻ ഇന്ത്യ മിഷൻ. അപ്പോൾ പേര് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒബ്ജക്റ്റ്, ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോയ വനപ്രദേശങ്ങൾ റീസ്റ്റോർ ചെയ്യുക, അങ്ങനെ ഫോറസ്റ്റ് കവർ കൂട്ടുക. ഫോറസ്റ്റ് കവർ കൂട്ടിയാൽ ആ ഫോറസ്റ്റ് കവർ കൂട്ടുന്നതിലോടുകൂടി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. മനസ്സിലായോ? അപ്പം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ടു ഇൻക്രീസ് ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ. അതിനകത്ത് ഇനി ഒന്നും പറയാനില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ രാജ്യത്തിൽ ഉള്ള ഫോറസ്റ്റ് ഏരിയ എത്രയാണോ അത് കുറയ്ക്കുകയല്ല വേണ്ടുന്നേ, അത് കൂട്ടണം. ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്. ഇപ്പം നിലനിൽക്കുന്ന ഫോറസ്റ്റിന്റെ ക്വാളിറ്റി കൂട്ടുക. എങ്ങനെ ക്വാളിറ്റി കൂട്ടാൻ പറ്റുക? ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല ഒത്തിരിയും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള മരങ്ങൾ അവിടെ പ്ലാന്റ് ചെയ്യുക. മെഡിസിനൽ ടൈപ്പ് പ്ലാന്റ് കൂടുതലായിട്ട് നട്ട് പിടിപ്പിക്കുക. ഇൻവേസീവ് വെച്ച് കഴിഞ്ഞാൽ ചില സസ്യങ്ങളുണ്ട്, അത് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റ് ട്രീസിന് അല്ലെങ്കിൽ പ്ലാന്റ്സിനൊക്കെ ദോഷം, അങ്ങനെയുള്ളതിനെയൊക്കെ പാടെ തുടച്ചു മാറ്റുക. ആവശ്യത്തിന് വെള്ളം ഒക്കെ പ്ലാന്റ്സിന് അതിനൊക്കെ കിട്ടാൻ ട്രെഞ്ചസ് ഒക്കെ കുഴിക്കുക. പിന്നെ ഫോറസ്റ്റ് ഫയർ ഒന്നും വരാതെ നോക്കുക. അങ്ങനെയൊക്കെ, അങ്ങനെ പല രീതിയിൽ നോക്കി എക്സിസ്റ്റിംഗ് ഫോറസ്റ്റിന്റെ ക്വാളിറ്റി കൂട്ടണം. ടു റീസ്റ്റോർ ഡീഗ്രേഡഡ് എക്കോസിസ്റ്റം. വെറ്റ് ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ്, മാംഗ്രോവ്സ്, ഇവരൊക്കെ നമ്മളുടെ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു മൈനർ പാർട്ടാണ് അല്ലേ. വെറ്റ് ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്, ഇവരൊക്കെ പറയുമ്പം സില്ലി ആണെങ്കിലും ഇവർ എന്ന് പറയുന്നത് ഒരു ബാക്ക് ബോൺ ആണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസിന്. അപ്പം അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുക. പ്രൊമോട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഞാൻ ഇവിടെ പറഞ്ഞ അതേ പോയിന്റുകളൊക്കെ തന്നെയാണ്. പുതിയ പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ അതേപോലെ തന്നെ ഇൻവേസീവ് സ്പീഷീസിനെ ഒക്കെ കളയുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ടു എൻഹാൻസ് ദ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിപ്പം ഒരു നല്ല ഒരു ഫോറസ്റ്റ് ഏരിയ ഇങ്ങനെ സങ്കല്പിക്കുക. അപ്പം ആ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇഷ്ടംപോലെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ തേനീച്ചകളുണ്ട്. അത് പിന്നെ എന്താണ് പാറയിടുക്കിലൊക്കെ പോയി ഇങ്ങനെ തേനീച്ച കൂടൊക്കെ ഉണ്ടാക്കി നല്ല ഹണിയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ, ആ ഫോറസ്റ്റ് കവറിന്റെ ബോർഡറിൽ കുറച്ച് പേര്, പക്ഷെ ഇവർക്ക് ജീവിക്കാനുള്ള ഒരു വകയില്ല. അപ്പോൾ അവിടേക്ക് ഒരു ടീം വരികയാണ്. ഫോറസ്റ്റ് വിങ്ങിൻ്റെ എന്തോ ടീം വന്നിട്ട് അവർ ട്രെയിനിങ് കൊടുക്കുക ബീസിനെ, അതായത് എപ്പിക്കൾച്ചർ എങ്ങനെ ചെയ്യാം, ബീസിനെ എങ്ങനെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഹണി അത് ചെയ്യുക. പിന്നെ അതേപോലെ മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്ന് ആ മെഡിസിൻ അത് ഉപയോഗിച്ചിട്ട് മെഡിസിനലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു ലൈവ്ലിഹുഡ്, ലിവിങ് സ്റ്റാറ്റസേ അങ്ങ് മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഒരു തരത്തിലും നാച്ചുറൽ വെൽബീയിങ് ഓഫ് ഫോറസ്റ്റ് അതിനെ ഹിൻഡർ ചെയ്യാനും പാടില്ല. ടു കോൺട്രിബ്യൂട്ട് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ ബൈ റെഡ്യൂസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. കണ്ടോ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് വേണം, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ആ വീഡിയോസിൽ. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയ്ക്കുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ചേഞ്ച്, കണ്ടോ, ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് നമുക്ക് മിറ്റിഗേറ്റ്, നമുക്ക് അതിനെ കോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അപ്രോച്ചസ് ചെയ്യുക. ഇനി നമുക്ക് ജിമ്മിൻ്റെ കീ ഫോക്കസ് എന്തൊക്കെയാണെന്ന്, കീ ഫോക്കസ് ഏരിയസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മേജർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഫോറസ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തരിശായിട്ട് കിടന്നിടത്ത് വീണ്ടും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല തഴച്ച് നല്ല ഫോറസ്റ്റ് ഏരിയ ഉണ്ടാക്കുക. റീഫോറസ്റ്റേഷൻ അതൊക്കെയാണ്. വീണ്ടും റീഫോറസ്റ്റ് ചെയ്യുക, വീണ്ടും ഒരു എന്താണ് ക്രിയേറ്റ് ചെയ്യുക ഫോറസ്റ്റ് ഏരിയ. planting trees on wasteland and degraded lands, creating urban forest in cities. കേട്ടോ, സിറ്റീസിൽ അർബൻ ഫോറസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
ഇതെന്ന് പറയുമ്പോൾ സപ്പോസ് നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ സിറ്റി തന്നെ ഒന്ന് ഓർത്ത് നോക്ക്. എപ്പോഴും വാഹനങ്ങളുടെ തിക്കും തിരക്കും പൊല്യൂഷനും അങ്ങനെയുള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ കെട്ടി അടച്ച് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോണക്ക് മരങ്ങള്, അവിടെ ഒരുപാട് പക്ഷികൾ വന്ന് കൂട് കൂട്ടി അങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് അവിടെ ഒത്തിരി സീറ്റിംഗ് ഒക്കെ കൊടുക്കുക ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ. എത്ര മനോഹരമായിരിക്കും. അങ്ങനെയൊക്കെയുള്ളതാണ് അർബൻ ഫോറസ്റ്റ് ഇൻ സിറ്റീസ്. അതൊക്കെ ചെയ്യുക. എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റികളിൽ പ്ലാന്റിങ് ട്രീസ് അലോങ് ഹൈവേസ് കണ്ടോ, റോഡിന്റെ സൈഡിലും ട്രിവാൻഡ്രം ഒക്കെ പോകുമ്പം പണ്ടൊക്കെ ഉള്ളവർ നട്ട് വളർത്തിയ മരങ്ങൾ ഇങ്ങനെ വളർന്ന് എന്തുണ്ട് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. അതിന്റെ ഒരു കൂളിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എത്ര വർഷം എടുത്തിട്ടാണ് അതൊക്കെ അത്രയും വളർന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അപ്രോച്ചസ് റെയിൽവേ ട്രാക്സിലും ഒക്കെ ഇങ്ങനെയുള്ള എന്തുണ്ട് ഗ്രീനറി വെച്ച് പിടിപ്പിക്കുക. റീസ്റ്റോറേഷൻ ഓഫ് ഡീഗ്രേഡഡ് ഫോറസ്റ്റ് കണ്ടോ. അപ്പം ഡീഗ്രേഡ് ആയി കിടക്കുന്ന ഫോറസ്റ്റ്, ഇൻവസീവ് സ്പീഷീസ് ഒക്കെ ആയിട്ട് ഡീഗ്രേഡ് ആയിട്ട് കിടക്കുന്ന ഫോറസ്റ്റിൻ്റെയൊക്കെ ഹെൽത്ത് അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നേറ്റീവ് ട്രീ സ്പീഷീസിനെ കൂടുതലായിട്ട് പ്ലാന്റ് ചെയ്യുക. അങ്ങനെ പ്ലാന്റ് ചെയ്ത് തിക്ക് ഫോറസ്റ്റിനെ ഫർദർ ആൻഡ് ഫർദർ തിക്കർ ആൻഡ് ഹെൽത്തിയർ ആക്കി മാറ്റുക. എക്സാമ്പിൾ റീസ്റ്റോറിങ് ഫോറസ്റ്റ് ഇൻ വെസ്റ്റേൺ ഗാറ്റ്സ് ആൻഡ് ഹിമാലയൻ റീജിയൻസ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ ഗ്രീനറി കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ബയോഡൈവേഴ്സിറ്റി കൂടും അല്ലേ. ബയോഡൈവേഴ്സിറ്റി കൂടുമ്പോഴത്തേക്ക് എക്കോസിസ്റ്റത്തിന്റെ എക്സിസ്റ്റൻസ്, ബാലൻസ് എല്ലാം പെർഫെക്റ്റ് ആവും. പ്രൊട്ടക്ടിങ് റെയർ ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എല്ലാവരും തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പം എല്ലാ കണ്ണികളെയും സസ്റ്റെയിൻ ചെയ്യുക ഫോർ ദ വെൽ ബീയിങ് ഓഫ് ദി എക്കോസിസ്റ്റം. അതാണ് കൺസേർവിങ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ലൈക്ക് വെറ്റ്ലാൻഡ്സ് ആൻഡ് മാംഗ്രോവ്സ്. വെറ്റ്ലാൻഡ്സ് ഒക്കെ പലതും നമ്മൾ നശിപ്പിച്ച് അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഫലമാണ് നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ രൂപത്തിൽ, ലാൻഡ് സ്ലൈഡിൻ്റെയൊക്കെ രൂപത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാംഗ്രൂവ് പ്ലാന്റേഷൻസ് അലോങ് സുന്ദർബാൻ ടു പ്രൊട്ടക്ട് അഗേൻസ്റ്റ് കോസ്റ്റൽ ഇറോഷൻ. അത് അത്തരം ഒരു ആക്ടിവിറ്റി, അത് എക്സാമ്പിളാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇംപ്രൂവ്മെന്റ് ഓഫ് എക്കോസിസ്റ്റം സർവീസസ് ആണ് നാലാമത്തെ കീ ഫോക്കസ്. എന്താണ് പറയുന്നത്? ഉണ്ടോ വാട്ടർ റിസോഴ്സസിനെ ഇംപ്രൂവ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. റിവേഴ്സ്, ലേക്സ്, സോയിൽ ഇറോഷൻസ് ഒക്കെ തടയുക വെച്ച് കഴിഞ്ഞാൽ റിവർ ബാങ്ക്സിലൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ സോയിൽ ഇറോഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ത്രൂ പ്ലാന്റിങ് ട്രീസ്. എക്സാമ്പിൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയുടെ എക്സാമ്പിളാണ് പ്ലാന്റിങ് ട്രീസ് അലോങ് റിവർ ബാങ്ക്സ് ടു പ്രിവെന്റ് സോയിൽ എറോഷൻ ആൻഡ് മെയിൻറ്റെയിൻ വാട്ടർ ക്വാളിറ്റി. അല്ലേ, നദിയുടെ തീരത്തൊക്കെ ട്രീസ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ട് സോയിൽ ഇറോഷനൊക്കെ തടയുക. 5. എൻഹാൻസിങ് ഫോറസ്റ്റ് ബേസ്ഡ് ലൈവ്ലിഹുഡ്. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ലോക്കൽ പീപ്പിൾക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് അത് ഉപയോഗിച്ച് അതിൽ നിന്ന് പിന്നെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ അവരെ ട്രെയിനിങ് കൊടുക്കുക. ജോബ്സ് ടു ലോക്കൽ പീപ്പിൾ ഫോർ പ്ലാന്റിങ് ട്രീസ് ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ വർക്ക്. അവിടെ തന്നെ ഗാർഡുകളായിട്ട് ഉള്ള ജോലിയൊക്കെ അവർക്ക് കൊടുക്കാം അല്ലേ. പ്രൊമോട്ടിങ് ദ കളക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ലൈക്ക് ഹണി ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. അതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. എക്സാമ്പിൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ മധ്യപ്രദേശ് ആർ ഗിവൺ ജോബ്സ് ഇൻ ഫോറസ്റ്റ് നഴ്സറീസ് ആൻഡ് ഹണി കളക്ഷൻ. അതിൽ അവർക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ജോലി കൊടുക്കുന്നു. അതിലൂടെ അവർക്ക് ലൈവ്ലിഹുഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. പ്ലാന്റിങ് ട്രീസ് ആൻഡ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ടു റെഡ്യൂസ് പൊല്യൂഷൻ. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പൊ ഈ എർത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാത്ത എത്രയോ ബ്രോഡ്, ഒരു ബിഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതിനെ നിങ്ങളുടെ ഒരു ക്ലാസ് റൂമായിട്ട് സങ്കല്പിക്കുക. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് നമ്മൾ കാറുകൾ, വെഹിക്കിൾസ്, ഫാക്ടറീസ് അതൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. മനസ്സിലായോ? അപ്പം നമ്മൾ ഓരോരുത്തരും ബ്രീത്ത് ചെയ്യുമ്പം എത്രയും കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് ചൂടുണ്ടാവും. എല്ലാം അടച്ച് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു ക്ലാസ് റൂം. അപ്പം അവിടുത്തെ ക്ലാസ്സിൽ ലീഡേഴ്സ് ഉണ്ടാവും അല്ലേ. ലീഡേഴ്സ് എന്ന് പറയുന്നത് ഈ ട്രീസ് ആയിട്ട് സങ്കല്പിക്കുക. ഈ ട്രീസ് അവരെന്ത് ചെയ്യുന്നു, ഈ കാർബൺ ഡയോക്സൈഡ് എല്ലാം വലിച്ചെടുത്തിട്ട് ഓക്സിജൻ കൊടുക്കും. അപ്പം എന്നിട്ട് ക്ലാസ്സിന്റെ ജനാലകളെല്ലാം തുറന്നിടും. നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ. അപ്പൊ എത്രയും അങ്ങനെയുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടായോ അത്രയും നല്ല ഒരു വെൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ എർത്തിന്. അപ്പം ആ രീതിയിലുള്ള ഒരു ചേഞ്ച്
വേണം. അതെന്ത് ചെയ്താലേ പറ്റുള്ളൂ? കൂടുതൽ മോണിറ്റേഴ്സ്, അതായത് കൂടുതൽ ട്രീസ് നമ്മൾ പ്ലാന്റ് ചെയ്യുക. കൂടുതൽ ട്രീസ് അങ്ങനെ പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാറുകളും വെഹിക്കിളും പിന്നെ ഫാക്ടറീസും എല്ലാം പുറത്തേക്ക് വിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ വലിച്ചെടുത്തിട്ട് പൊല്യൂഷൻ കുറയും, ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയും, നമ്മൾക്ക് വെൽ ബീയിങ് ആയിരിക്കും റിസൾട്ട്. ക്രിയേറ്റിംഗ് ഗ്രീൻ കവർ ടു റെഗുലേറ്റ് ടെമ്പറേച്ചർ ആൻഡ് റെയിൻഫോൾ പാറ്റേൺ. അപ്പം ഗ്രീൻ കവർ ഉണ്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് കൂടുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ചൂടും കാര്യങ്ങളെല്ലാം കുറയും, റെയിൻഫോൾ പാറ്റേൺ ഒക്കെ കറക്റ്റായിട്ട് വരും. എക്സാമ്പിൾ അതാണ് ലാർജ് സ്കെയിൽ ട്രീ പ്ലാന്റേഷൻ ഇൻ ഡെസേർട്ട് റീജിയൻസ്. കേട്ടോ, ഡെസേർട്ട് റീജിയൻസിൽ എങ്ങനെയും ട്രൈ ചെയ്ത്, ദുബായിലൊക്കെ നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാം, ഇത്രയും മരുഭൂമിയാണെങ്കിൽ അവിടെ എത്ര മനോഹരമായിട്ട് ഗാർഡൻസും ആ റോഡിന്റെ ഇരുവശത്തും അങ്ങ് 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 എന്താ പറയുന്ന ഒരു തിക്കായിട്ടാണ് പൂക്കൾ, കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള പ്ലാന്റ്സ് നിൽക്കുന്നത് മരുഭൂമിയിൽ. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഇത്രയും അനുകൂലമായിട്ടുള്ള എൻവയോൺമെന്റ് അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ളിടത്ത് ഇവിടെ നമ്മളുടെ റോഡിന്റെ ഇരുവശം നോക്കിയാൽ എന്തോ പോലെ ഇരിക്കും അല്ലേ? അപ്പം അതൊക്കെ ചെയ്യുക, ഇനിഷ്യേറ്റീവ് എടുക്കുക. ഇനി ഈ ഗ്രീൻ ഇന്ത്യ മിഷന്റെ അച്ചീവ്മെന്റ്സ്, നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെയൊക്കെയാണ് വരുന്നത്. അവർക്ക് ഉണ്ടോ കുറേ ഹെക്ടേഴ്സ് ഡിഗ്രേഡഡ് ഫോറസ്റ്റിനെയൊക്കെ റീസ്റ്റോർ ചെയ്യാൻ പറ്റി. അതൊരു അച്ചീവ്മെന്റ് അല്ലേ? ആണ്. പ്രൊമോഷൻ ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഫോറസ്റ്റ് കൺസർവേഷൻ. അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ പറ്റി ഫോറസ്റ്റ് ഒക്കെ കൺസേർവ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ടും ഒക്കെ. ക്രിയേഷൻ ഓഫ് എക്കോ ഫ്രണ്ട്ലി ജോബ് ഫോർ റൂറൽ കമ്മ്യൂണിറ്റീസ്, അത് തന്നെയാണിത്. ഇൻക്രീസ് അവയർനെസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, അതിനെ കൺസേർവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും, അത് കൺസേർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റ് നല്ല ഫേവറബിൾ ക്ലൈമറ്റ് കിട്ടും എന്നൊക്കെയുള്ളൊരു അവയർനെസ് കൊടുക്കാൻ പറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് GIMന്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഗ്ലോബൽ വാർമിംഗ്. എങ്ങനെയാണ് നമുക്കറിയാലോ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എസ്പെഷ്യലി കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ കുറച്ചുകൊണ്ട്. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റുക? ഗ്രീനറി കൂട്ടുക. കൺസേർവ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് വൈൽഡ് ലൈഫ്. ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സ് കൺസേർവ് ചെയ്യുക. അത് കൺസേർവ് ചെയ്യുമ്പോൾ വൈൽഡ് ലൈഫ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഇൻഡയറക്ട്ലി സസ്റ്റെയിൻ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് എക്കോസിസ്റ്റം. ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. എയറിൻ്റെയും വാട്ടറിൻ്റെയും സോയിലിൻ്റെയൊക്കെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദെൻ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കൊടുക്കുക. ഇതെല്ലാം ഇവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രൊട്ടക്ട് ദ ഇന്ത്യസ് നാച്ചുറൽ ഹെറിറ്റേജ്. നമ്മുടെ ഒരു പൈതൃകം, നമ്മളുടെ തനതായിട്ടുള്ള പല കാര്യങ്ങളും അത് വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൺസേർവ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, അവരുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ചലഞ്ചസ് എന്താന്ന് നോക്കിയേ. ഇതൊക്കെയാണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫണ്ടിങ്ങിന്റെ അഭാവം, അതാണ് എല്ലായിടത്തെയും പ്രശ്നം ഇംപ്ലിമെന്റ് ചെയ്യാൻ ചില ഇടങ്ങളിൽ. പിന്നെ അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. കാരണം വികസനം എന്ന് പറഞ്ഞ അതിന്റെ പേരിൽ പലയിടത്തും ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ വികസനത്തിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോറസ്റ്റിന്റെ എക്സിസ്റ്റൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കാനും പ്രയാസമാണ്. ലാസ്റ്റ് ചലഞ്ച് എന്താണ്? GIMന്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു ഏരിയയിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ, ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവരുമ്പം അതിൻ്റെ ആൾക്കാരും അത് കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയും ഫോറസ്റ്റ് കൺസേർവിങ് അതോറിറ്റിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം ഇതിൻ്റെ ചലഞ്ചസ് ആണ്. ഇനി അടുത്തത് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, EIA പ്രോഗ്രാം. ആ പേര് കേട്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കുറേ സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ വഴിയെ കാണും. കുറേ സ്റ്റെപ്സ് ഉണ്ട് ഈ പ്രോസസ്സിൽ. അത് ആ സ്റ്റെപ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? എൻവിയോൺമെന്റൽ കോൺസിക്വൻസസ് ഇവാലുവേറ്റ് ചെയ്യാൻ. വെറുതെ ഇവാലുവേറ്റ് ചെയ്യണോ? എന്തിനാണ് എൻവിയോൺമെന്റൽ കോൺസിക്വൻസസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തോ ഒരു പ്രോജക്റ്റ് ഏതോ ഒരു കമ്പനി പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എൻവിയോൺമെന്റിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും ഈ എൻവിയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പ്രോഗ്രാം. എന്തിനു മുമ്പ്?
അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ്. സോ അതാണ് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് എൻവിയോൺമെന്റൽ അതുമൂലം എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും അല്ലേ, ഒരു കാര്യത്തിലൂടെ എടുത്ത് ചാടുന്നതിന് മുമ്പ് അതുകൊണ്ട് എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുമെന്ന് പഠിക്കുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമാണ് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായാൽ അതിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് അല്ലേ. ഏതൊക്കെ നിലയിൽ ആ പ്രോബ്ലംസ് ഉണ്ടാകാം? എൻവിയോൺമെന്റൽ ലെവലിൽ ഉണ്ടാകാം, സോഷ്യലിൽ ഉണ്ടാകാം, എക്കണോമിക്കൽ ഇമ്പാക്ട്സ് ഒക്കെ ഉണ്ടാകാം. അപ്പം പല പല ഫേസസ് ആണ് അല്ലേ, പല മുഖങ്ങളാണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ. ഇതിന് എന്താണ്, പല മേഖലകളിലാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ, എൻവിയോൺമെന്റൽ, സോഷ്യൽ, എക്കണോമിക്. അപ്പം ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യണം. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഇതൊക്കെ ഉണ്ടാകാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അത് ഉണ്ടായാൽ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം, അത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്. ഇമ്പോർട്ടൻസ് ഓഫ് EIA എന്ന് നമുക്ക് എളുപ്പത്തിന് അങ്ങനെ പറയാം ഇനി കേട്ടോ. അപ്പം ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ, ഇത് ചെയ്യുന്ന മെയിൻ റോൾ എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? ഇപ്പം പൊന്മുട്ട ഇടുന്ന താറാവിനെ നിങ്ങൾ കഥ കേട്ടിട്ടുള്ളതല്ലേ അല്ലേ? മുട്ടയെല്ലാം കൂടെ, സ്വർണ്ണമുട്ട എല്ലാം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വയറ് കീറിയിട്ട് എടുക്കുമ്പോഴത്തേക്കും മുട്ടയൊന്നും ഇല്ലതാനും താറാവ് ചത്തുപോവുകയും ചെയ്യും. പക്ഷെ പകരം അതിന് ആഹാരമൊക്കെ കൊടുത്ത് അതിനെ വളർത്തുകയായിരുന്നെങ്കിൽ ദിവസം ഓരോ മുട്ട കിട്ടുകയും ചെയ്യും, താറാവും ഉണ്ടായേനെ അല്ലേ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ആ താറാവിനെ നമുക്ക് നമ്മുടെ എൻവിയോൺമെന്റ്, നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള എന്നും നിലനിന്ന് പോകുന്ന ടൈപ്പ് ഒരു ഡെവലപ്മെന്റ്, അതാണ് ഈ EIA എയിം ചെയ്യുന്നത്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കാം. ensuring that decision makers consider environmental impacts. Environmental impacts നോക്കണം before granting project approval. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് വന്നാൽ അത് എക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റിയെ എങ്ങനെയെങ്കിലും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. പൊല്യൂഷൻ കഴിവതും മാക്സിമം കുറയ്ക്കണം പറ്റണം. എൻവിയോൺമെന്റ് ഡീഗ്രഡേഷൻ, നാശമൊന്നും ഉണ്ടാകരുത്. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉറപ്പാക്കുന്നതായിരിക്കണം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു വലിയൊരു മാള് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ഫാക്ടറി വന്ന് അപ്പം അതിന്റെ നേട്ടം മാത്രം നോക്കി കാണാതെ അത് പ്രതികൂലമായി, അത് ഇൻഡയറക്റ്റ് വേയിൽ എന്തിനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണണം. മനസ്സിലായി? അപ്പം EIA അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു മിഷനാണ്. ഓക്കെ, ഇനി EIAയുടെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇനി നമുക്ക് EIAയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ടു ആക്സസ് ദ പൊട്ടൻഷ്യൽ എൻവിയോൺമെന്റൽ ഇമ്പാക്ട്സ് ഓഫ് പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ്. എൻവിയോൺമെന്റൽ ഇമ്പാക്ട്സ് അസസ് ചെയ്യുക, ഒബ്ജക്റ്റീവ്. അപ്പം അത് എങ്ങനെ കുറയ്ക്കാം, ഇമ്പാക്ട്സ് എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുക. അതേപോലെ ഫ്യൂച്ചറിൽ എന്തൊക്കെ എൻവിയോൺമെന്റൽ കണ്ടീഷൻസ് ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് കൊണ്ടുണ്ടാവുന്നുണ്ട്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ എടുക്കണം ഡിസിഷൻ മേക്കിങ്ങിൽ. ഉദാഹരണത്തിന് സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അത് ആദ്യം പിന്നെ പ്രപ്പോസ് ചെയ്തെങ്കിലും അത് EIA ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കി അത് ഫോറസ്റ്റ് ഏരിയ ഒരുപാട് ഇല്ലാതാക്കും. അതേപോലെ ചില സ്പീഷീസ്, പ്രത്യേകിച്ചും ലയൺ ടെയിൽഡ് മക്കാക്ക, അത് അതിന് വംശനാശം സംഭവിക്കും എന്നൊക്കെ അവർ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാൻ കൂടുതലും ലോക്കൽ പീപ്പിൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യുമ്പം അതിന്റെ ഗുണം അനുഭവിക്കുന്ന, അല്ലെ അതിൽ പാർട്ടിസിപ്പേറ്റ് ആവുന്ന, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരെയൊക്കെ ചേർത്തിട്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പോൾ ഒരു ഫാക്ടറി ഒരിടത്ത് വരുവാണെങ്കിൽ അതിൽ വരുന്ന വർക്കേഴ്സ്, ആ ഫാക്ടറിക്ക് ചുറ്റും താമസിക്കുന്ന ആൾക്കാർ, അതൊക്കെ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് കൂടുതൽ അറിയാം അവിടുത്തെ ലോക്കൽ കണ്ടീഷൻസ്, എൻവിയോൺമെന്റിൻ്റെതായാലും പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കാരെക്കാട്ടിലും അവർക്കറിയാം. അപ്പം അവരുടെ അഭിപ്രായം
നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അതാണ് എൻകറേജ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ ഡിസിഷൻ അതുകൊണ്ട് സ്റ്റഡി നടത്തിയിട്ട് പിന്നെ എന്താണ് ഗിവ് അപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ് നമ്മുടെ സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അപ്പം അതൊക്കെ EIA-യുടെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. അപ്പം പ്രോജക്റ്റ് അങ്ങനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് എൻവിയോൺമെന്റ് റെഗുലേഷൻസ് അനുസരിച്ച് പോകുമോ എന്നുള്ളതൊക്കെ ഈ EIA പരിശോധിക്കും. ഇനിയാണ് നമ്മൾ സ്റ്റെപ്സ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പം എന്താണ് നമ്മുടെ കൊട്ടാരക്കരയിൽ ഒരു ലുലു മാൾ വരാൻ പോകുന്ന വിചാരിക്കാം. ചുമ്മാ ചിന്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു എന്ന് കരുതുക. വന്നപ്പോഴത്തേക്ക് ആദ്യം സ്ക്രീനിങ് ചെയ്യും. ഇതിന് EIA അങ്ങനെ ഒരു സ്റ്റഡിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കും അല്ലേ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ എൻവിയോൺമെന്റൽ ഇഷ്യൂസ് അതുകൊണ്ട് ഉണ്ടാകും, എന്തൊക്കെ ഇഷ്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ബേസ്ലൈൻ സ്റ്റഡി. ബേസ്ലൈൻ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഇടത്താണോ പ്രോജക്റ്റ് ഏരിയ വരുന്നത് അവിടുത്തെ എയറിൻ്റെ കണ്ടീഷൻ, വാട്ടർ, സോയിൽ, ബയോഡൈവേഴ്സിറ്റി, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇതെല്ലാം ചെക്ക് ചെയ്യും, അനലൈസ് ചെയ്യും. അതാണ് ബേസ് ലൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് വർക്ക് വേണ്ടുന്ന ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഇമ്പാക്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യും. ഇത് എല്ലാം മനസ്സിലാക്കിയിട്ട് ആ പെർട്ടിക്കുലർ പ്രോജക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് ഫോർകാസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം അല്ലേ. ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നോക്കണം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെ നോക്കണം. മൊത്തത്തിൽ അത് എങ്ങനെയൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കുക. അപ്പം സ്ക്രീനിങ് ചെയ്തു, സ്കോപ്പ് ചെയ്തു, ബേസ് ലൈൻ സ്റ്റഡി നടത്തി, ഇമ്പാക്റ്റ് പ്രെഡിക്റ്റ് ചെയ്തു. ഇനി അത് ഈ മിറ്റിഗേഷൻ മെഷേഴ്സ്, ഇനി എന്തൊക്കെ അങ്ങനത്തെയുള്ള ഇമ്പാക്റ്റ് ഉണ്ടായാൽ എന്ത് മിറ്റിഗേഷൻ മെഷേഴ്സ് വേണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യണം. ആ റിപ്പോർട്ടിനകത്ത്, ആ സ്റ്റഡിയിൽ അതുണ്ടായിരിക്കണം. അപ്പം ആ ഒരു ഇമ്പാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. സർദാർ സരോവർ ഡാം പ്രോജക്റ്റ് വന്നപ്പോൾ അത് അവിടുത്തെ റെസിഡൻസിന് അവർക്ക് മാറി താമസിക്കാൻ അവർക്ക് കോമ്പൻസേഷനും കൊടുത്തു, അവർക്ക് വേറെ വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള അതാ പറയുന്നത്. അപ്പം മിറ്റിഗേഷൻ മെഷേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സജസ്റ്റ് ചെയ്യണം. അപ്പം അത് പോകുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് കണ്ടില്ലേ. സ്ക്രീനിങ് ചെയ്തു, സ്കോപ്പ് ചെയ്തു, ബേസ് ലൈൻ സ്റ്റഡി നടത്തി, ഇമ്പാക്റ്റ് പ്രെഡിക്റ്റ് ചെയ്തു, അതുണ്ടായാൽ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാമെന്നും പറയണം. പബ്ലിക് പാർട്ടിസിപ്പേഷൻ അത് ഞാൻ പറഞ്ഞല്ലോ. കണ്ടോ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം ആ പ്രോജക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യുക. ഗവൺമെൻറ് ബോഡീസ് ആവും, ലോക്കൽ കമ്മ്യൂണിറ്റി വരും, NGOs വരും, അതൊക്കെ വരും. അതിനുശേഷം എൻവിയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ. അപ്പം മിറ്റിഗേഷൻ ഫൈൻഡിങ്സും മിറ്റിഗേഷൻ മെഷേഴ്സും റെക്കമെൻഡേഷൻസും എല്ലാം എന്നിട്ട് അതിനെ ഒന്ന് റിവ്യൂ ചെയ്യും. അതോറിറ്റീസ് ആ റിപ്പോർട്ട് റിവ്യൂ ചെയ്തിട്ട് എന്നിട്ട് തീരുമാനിക്കും, ശരി ഇവിടെ ലുലു മാള് വേണോ വേണ്ടയോ എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പം നമുക്ക് ആ ഒരു ഐഡിയ പിടികിട്ടിയില്ലേ. ഓക്കെ, അതാണ് മോണിറ്റർ. എന്നിട്ട് പ്രോജക്റ്റ് അനുവദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ EIA എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തോണം. കണ്ടോ, ഇത് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റെപ്സ് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഇന്ത്യയിലെ EIA-യുടെ കാര്യം പറയാൻ പോവാണ്. അതിനെ ഗവേൺ ചെയ്യുന്നത് എൻവിയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് നോട്ടിഫിക്കേഷൻ 2006 എന്ന് പറയുന്ന ഒരു റൂളാണ്. അണ്ടർ എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അതാണ് ഗവേൺ ചെയ്യുന്നത്. അതിന്റെ അതോറിറ്റി, റെഗുലേറ്റിംഗ് അതോറിറ്റി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് അതോറിറ്റി, ഈ EIA റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി. ഇന്ത്യയിലുള്ള EIA-യുടെ കീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് പ്രോജക്റ്റുകളെ തരംതിരിക്കും. കാറ്റഗറി, ഒരു പ്രോജക്റ്റ് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുമ്പം ആ പ്രോജക്റ്റിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറി A എന്നും കാറ്റഗറി B എന്നും. അതായത് സെൻട്രൽ ലെവൽ ക്ലിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടേണ്ടത്, സ്റ്റേറ്റ് ലെവൽ അപ്രൂവൽ കിട്ടേണ്ടത് എന്ന് തരംതിരിക്കും ആദ്യം. എന്നിട്ട് പബ്ലിക് കൺസൾട്ടേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ എൻവിയോൺമെന്റ് ക്ലിയറൻസ് ഇസ് ഗ്രാൻഡഡ് ഓൺലി ആഫ്റ്റർ തറോ അസസ്മെന്റ്. കണ്ടോ, ഇത് പ്രോജക്റ്റ് വന്നാൽ എൻവിയോൺമെന്റ് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ക്ലിയറൻസ് അത് പിന്നെ കൊടുക്കും. അത് എപ്പോഴാ? ഫുൾ നല്ല ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം. ഇനി ബെനിഫിറ്റ്സ് നോക്കിയേ. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കിട്ടത്തില്ലേ? എൻവിയോൺമെന്റ് ഡീഗ്രഡേഷൻ നടക്കത്തില്ലല്ലോ. എൻവിയോൺമെന്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതാണ് കണ്ടോ, പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സസ്റ്റൈനബിലിറ്റി ഇംപ്രൂവ്സ്. പ്രോജക്റ്റിന്റെ പ്ലാനും ഡിസൈനും ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മെട്രോ പലയിടത്തും ഡെവലപ്പ് ചെയ്യുമ്പം ഈ ഫോറസ്റ്റ് ഡീഗ്രേഡ് ചെയ്യും അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ചെയ്യുന്ന രീതിയിൽ ടണൽസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തതും ഈ ഐയുടെ ഒരു ഇന്റർവെൻഷൻ, അവരുടെ ഒരു ഇടപെടലിൻ്റെ ഉള്ള എക്സാമ്പിൾസ് ആണ്. എൻഹാൻസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി. ഇതെല്ലാം ബെനിഫിറ്റ്സ്. ഇനി ചലഞ്ചസ് ഉണ്ട്. ബേസ് ലൈൻ ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയാസ്ഡ് ആവരുത്, നല്ല ക്ലിയർ, നല്ലൊരു സ്റ്റഡി ചെയ്ത് കളക്ട് ചെയ്യേണ്ടതാണ് ബേസ് ലൈൻ ഡേറ്റ എന്ന് പറയുന്നത്. പബ്ലിക് പാർട്ടിസിപ്പേഷനും പേരിന് വേണ്ടിയിട്ട് ചെയ്യരുത്. ഒരു പ്രോജക്റ്റൊക്കെ പ്രൊപ്പോസ് ചെയ്യുമ്പം അതിനെ ബാധിക്കാതിരിക്കാൻ ഇതിനകത്തൊക്കെ പല രീതിയിലുള്ള ഒരു എന്താ പറയുന്ന ഒരു ഇൻവോൾവ്മെന്റ്, പല ആൾക്കാർ പൊളിറ്റിക്സ് വൈസ് ആയിട്ടും പല ഇൻവോൾവ്മെന്റ് വരും. അപ്പോൾ ഇന്നഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷൻ, കാരണം അതിന് എതിരായിട്ട് വരുന്നവരുടെ അഭിപ്രായങ്ങൾ കളക്ട് ചെയ്യാതെയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ഒരു പ്രോസസ്സ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു അപ്രൂവൽ കിട്ടാൻ ഈ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഡിലേ, ഒരു പ്രോജക്റ്റ് എന്ത് വേണം, അത് പെർസ്യൂ ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസിഷൻ വരാൻ ഒരുപാട് താമസം വരും. പിന്നെ അടുത്തതാണ് കറപ്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്. ഒരു കറക്റ്റായിട്ട് ഈ പ്രോസസ്സ് ഒന്നും ചിലപ്പം ചില കേസിൽ നടക്കത്തില്ല, ബിക്കോസ് ഓഫ് കറപ്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ്. ഇതൊക്കെയാണ് യുടെ ചലഞ്ചസ്. മനസ്സിലായോ? അടുത്ത എനർജി ഓഡിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എനർജി ഓഡിറ്റ് എന്ന് വെച്ചാൽ പരിശോധന. അതാണ് സംഭവം. ഇപ്പോൾ അതൊരു എന്തെങ്കിലും ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സ്കൂള്, കോളേജ്, ഫാക്ടറി, എന്ത് ടൈപ്പ് ബിൽഡിങ്ങും ആയിക്കോട്ടെ, അവിടെയൊക്കെ എനർജിയുടെ യൂസ് എങ്ങനെയാണ്, ഇഫക്റ്റീവായിട്ടാണോ യൂസ് ചെയ്യുന്നത്, വേസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു അസസ്മെന്റ്, ഒരു ഓഡിറ്റ്, ഒരു പരിശോധന, അതാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എനർജി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എനർജി കൺസേർവ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിനെല്ലാം വേണ്ടിയിട്ട് നടത്തുന്ന പരിശോധനയാണ്, അസസ്മെന്റിനെയാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കേ, അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്തുവാണ്? എനർജി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. സസ്റ്റൈനബിലിറ്റി, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന എനർജി സോഴ്സസ് ഇനി വരും ജനറേഷൻസിലും അവർക്കും പവർ, എനർജി യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ശേഷിപ്പിക്കാൻ കഴിയും. സസ്റ്റൈനബിലിറ്റി. അപ്പം ഒരു ഒപ്റ്റിമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റേജ് ഇല്ലാതെ ഒപ്റ്റിമൈസ് ചെയ്ത് എനർജി യൂസ് ചെയ്യാൻ പറ്റും, ഇത് ഓഡിറ്റൊക്കെ കറക്റ്റായിട്ടൊക്കെ ചെയ്താൽ. അപ്പം നമുക്കതിനെക്കുറിച്ച് നോക്കാം. ടൈപ്സ് ഓഫ് എനർജി ഓഡിറ്റ്സ് അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. പ്രിലിമിനറി ഓഡിറ്റ് അല്ലെങ്കിൽ വാക്ക് ത്രൂ ഓഡിറ്റ് എന്ന് പറയും. എന്താ ഈ പ്രിലിമിനറി ഓഡിറ്റ് അല്ലെങ്കിൽ വാക്ക് ത്രൂ ഓഡിറ്റ്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് അതിന്റെ പോയിന്റ്സിലോട്ട് വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഭയങ്കരമായിട്ട് വന്നു. അപ്പം പ്രിൻസിപ്പൾ വിചാരിച്ചു നമുക്കൊരു വാക്ക് ത്രൂ ഓഡിറ്റ് നടത്താം. അപ്പോൾ എന്തോ ഈ വാക്ക് ത്രൂ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് ടീച്ചേഴ്സ്, അത് നമുക്ക് കുറച്ച് സ്റ്റുഡൻസ്, അവർ കോളേജ് ക്യാമ്പസ് ഫുൾ നടന്നിട്ട് എവിടെയൊക്കെയാണ് ഈ പവർ വേസ്റ്റേജ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവരിങ്ങനെ നടന്നു വന്ന് നോക്കുകയാണ്, ലൈബ്രറിയിൽ കയറിയപ്പോൾ കുറേ ഇടത്ത് കുട്ടികളൊന്നും ഇല്ലാതെ ഫാന്, പിന്നെ ആവശ്യമില്ലാത്തടത്ത് കുറച്ച് ലൈറ്റ്, അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവം ഉള്ളതുകൊണ്ട് ചില സെൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ആളില്ലാതെ ഫാൻ കറങ്ങിയാൽ അത് അലാം എന്തെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സെൻസേഴ്സ് വെക്കാം എന്ന് ഒരു മനസ്സിലാക്കും. അതൊരു നമ്മുടെ ആ ഓഡിറ്റിൽ നമ്മൾ വാക്ക് ത്രൂ ഓഡിറ്റിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കാണാം പിള്ളേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കോമൺ ഹാളുണ്ട്. അവിടുത്തെ ഫാനൊക്കെ നോക്കിയപ്പോൾ കാണാം ജാംബവാന്റെ കാലത്ത് 10-20 വർഷം മുമ്പൊക്കെ ഉള്ള ഫാൻ.
അപ്പം അത് ഫുൾ സ്പീഡാണ്, ആളില്ലെങ്കിൽ തന്നെ അതൊരു ഭയങ്കര സൗണ്ട്. അപ്പം അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് പുതിയ ഫാൻ വേണം, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാൻ വേണമെന്ന് അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം, കമ്പ്യൂട്ടർ ലാബിലോട്ട് വരുമ്പോൾ കാണാം, ഡെസ്ക്ടോപ്സ് എല്ലാം ഓൺ ആക്കി വെച്ചിട്ട് 1-2 സീറ്റ് പോയേക്കുന്നു. അപ്പോൾ അതെന്ത് വേണം, ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ അങ്ങനെയുള്ള സംവിധാനമൊക്കെ വേണമെന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് വെക്കുന്നു. പിന്നെ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴോ പറയണ്ട, നമ്മുടെ ക്യാൻറ്റീനിലെ എന്തുവാ ചേട്ടൻ ഫ്രിഡ്ജ് എന്തെങ്കിലും സാധനമൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അങ്ങ് പോവുക. പിന്നെ കുറേ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറയും അതങ്ങനെ വെക്കരുത്, വേഗം വേഗം അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ എടുക്കേണ്ട സാധനങ്ങൾ ഓർത്തിട്ട് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് അടച്ചു വയ്ക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം പൈപ്പുകൾ പലതും ലീക്കിങ്. അപ്പോൾ എന്താ പറയുന്നത്, ആ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പിന്നെ മോട്ടർ അടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതെല്ലാം പരിഹരിക്കുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയത് എന്തൊരു വാക്ക് ത്രൂ ഓഡിറ്റിലൂടെ അല്ലേ, മൊത്തം ഒന്ന് കറങ്ങി നടന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. അല്ലാതെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വരികയോ എന്തെങ്കിലും എക്യുപ്മെൻറ്റോ വെക്കുകയോ മീറ്റേഴ്സ് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ വാക്ക് ത്രൂ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആ സ്റ്റെപ്സ് ഒന്ന് വായിച്ച് ഒന്ന് കണ്ടുവെക്കാം. എ ക്വിക്ക് അസസ്മെന്റ് ടു ഐഡന്റിഫൈ മേജർ എനർജി സേവിങ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലായല്ലോ ക്വിക്ക് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന്. ഇറ്റ് ഇൻവോൾവ്സ് മിനിമൽ ഡേറ്റ കളക്ഷൻ. ഉണ്ടോ, ഒരുപാട് ഡേറ്റ കളക്ഷൻ അനാലിസിസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഇത് എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്, ഓർഗനൈസേഷൻസിലാണ് ഇംപ്ലിമെന്റബിൾ ആയിട്ടുള്ളത്, നമുക്ക് പ്രാവർത്തികമായിട്ടുള്ളത്? സ്മോൾ സ്കെയിൽ ഓഡിറ്റ്, കുറച്ച് ഏരിയയൊക്കെ, ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നടക്കത്തില്ല അല്ലേ. ഒരു ഇനിഷ്യൽ ലെവൽ ഇവാലുവേഷൻ എന്ന രീതിയിലൊക്കെ ചെയ്യാവുന്ന ഒരു ടൈപ്പ് എന്താണ് ഓഡിറ്റാണ്, പ്രിലിമിനറി ഓഡിറ്റാണ് ഈ വാക്ക് ത്രൂ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്താന്ന് നോക്കാം, കോംപ്രിഹെൻസീവ്. അപ്പോൾ അത് ഇത്തിരി കൂടെ ഹയർ ലെവൽ, ഇച്ചിരി കൂടെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഈ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. അപ്പോൾ അതിന് ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഇൻസ്റ്റൻസ് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കി തന്നെ എടുത്ത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പം ആദ്യത്തെ ഒരു വാക്ക് ത്രൂ ഓഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസം കറണ്ട് ബില്ല് കുറവായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളേജിൽ പിന്നെയും കറണ്ട് ബില്ല് കൂടുതൽ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഒരു ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് ചെയ്യാമെന്ന് എല്ലാവരും തീരുമാനിക്കും. അപ്പോൾ എന്താ ഇനി ഡീറ്റെയിൽഡ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്? അതിലൊരു ഇച്ചിരി കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ, ഒതൻറ്റിക് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻ വേണം. അതിന് ചില എനർജി മീറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യും. നേരത്തെ ഈ വാക്ക് ത്രൂ ഓഡിറ്റ് ഒക്കെ നടത്തിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, ലൈബ്രറി, അതുകൊണ്ട് ലാബ്, ക്ലാസ് റൂം, അവിടെയൊക്കെ ഈ എനർജി മീറ്റേഴ്സ് കൊണ്ടുവയ്ക്കും. അപ്പം എനർജി മീറ്റേഴ്സ് കൊണ്ടുവയ്ക്കുമ്പം എവിടെയാണ് ഏറ്റവും കൂടുതൽ പവർ വേസ്റ്റ് ആവുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസ് ലാബിൽ, കാരണം ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള സയൻസ് ലാബിൽ ACs ഉണ്ടായിരിക്കും. അപ്പം ആ AC ഒക്കെ പ്രോപ്പറായിട്ട് ചിലപ്പം വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC എയർ കണ്ടീഷൻഡ് റൂമിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സീൽഡ് ആയിട്ടുള്ള ഡോർ ഉണ്ടായിരിക്കണം, പിന്നെ വെന്റിലേറ്റേഴ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കണം. അതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അതൊന്നും ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നോക്കുക. അപ്പം അതല്ല എന്ന് കണ്ടെത്തിയാൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തെർമൽ ക്യാമറാസ് അവിടെയൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. തെർമൽ ക്യാമറ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഓവറായിട്ട് എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞുകൊണ്ട് പൂർ ഇൻസുലേഷൻ എവിടെയൊക്കെ ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ തെർമൽ ക്യാമറാസ് വയ്ക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നോക്കിയപ്പോൾ കാണാം, നമ്മുടെ ക്യാൻറ്റീനിൽ ഒരാവശ്യമില്ലെങ്കിലും 24 മണിക്കൂറും ഒരാഴ്ചയിൽ 7 ദിവസവും ഈ ഫ്രിഡ്ജ് വർക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് അതും മനസ്സിലാകും. അങ്ങനെ കുറേ സ്റ്റഡീസും കുറേ എക്സാമിനേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കുറേ സജഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻസുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആക്കുക, അതുകൊണ്ട് റെഫ്രിജറേറ്റർ ഒക്കെ എഫിഷ്യൻ്റ് ആക്കുക, പിന്നെ പവർ സേവിങ് ആയിട്ടുള്ള കുറച്ച് എന്താണ് മോഡിഫിക്കേഷൻസ്, LED ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവയ്ക്കുക, പുതിയ ഫാൻ വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള 1-2 സജഷൻസും റെക്കമെൻഡേഷൻസും എല്ലാം ഉൾപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
ഒതൻറ്റിക് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് കൊണ്ടുവരാനും അതനുസരിച്ച് മോഡിഫൈ ചെയ്യാനും പറ്റും ഈ ഡീറ്റെയിൽഡ് ഓഡിറ്റ് വഴി. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ സ്റ്റെപ്സ് ഒന്ന് വായിക്കുമ്പോൾ ഇനി മനസ്സിലാവും നിങ്ങൾക്ക്. ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഇതിനകത്തുള്ളത് ഇല്ലേ? ഇൻഡെപ്ത് അനാലിസിസ് ഓഫ് എനർജി കൺസംഷൻ പാറ്റേൺ. അപ്പം അതിനകത്ത് മെഷർമെൻറ്റ്സ് ആൻഡ് ഡേറ്റ ലോഗിങ് അതൊക്കെ വരും. അതേപോലെ സ്പെസിഫിക് റെക്കമെൻഡേഷൻസ് കാണും. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടാമെന്നുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ഓഡിറ്റ് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് ഓഡിറ്റ് എന്ന് പറയും, IGA. ഇനി അതെന്താണ് അത് മനസ്സിലാക്കാൻ നമ്മുടെ കോളേജിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ കോളേജിന്റെ കഥയിൽ തന്നെ നമുക്ക് തുടർന്ന് ഈ ഒരു ഓഡിറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ പറഞ്ഞു സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ എനർജി സേവ് ചെയ്യാൻ പറ്റും, ഇത്തിരിയൂടെ ക്യാമ്പസ് ഇത്തിരിയൂടെ എനർജി എഫിഷ്യൻ്റ് ഒക്കെ ആവുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്തു. അതായത് ഒരു വർഷം കോളേജിൽ എത്രയാണ് ഇലക്ട്രിസിറ്റി ബിൽ ഇനത്തിൽ എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് അത് നോക്കി വെച്ചു. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എന്തോ ചിലവ് വരും, സോളാർ പാനലിൽ വെച്ചാൽ എത്രത്തോളം ഇലക്ട്രിസിറ്റി കിട്ടും, നല്ല രീതിയിലൊരു സോളാർ പാനൽ വെച്ചാൽ അതെല്ലാം നോക്കിയപ്പോൾ മനസ്സിലായി സോളാർ പാനൽ വെക്കാൻ ഏകദേശം 50 ലക്ഷം രൂപ, ഉദാഹരണം പറയണേ, 50 ലക്ഷം രൂപ വന്നു. ഒരു വർഷത്തെ കോളേജിൽ മൊത്തം ഇലക്ട്രിസിറ്റി ബില്ല് നോക്കുവാണെങ്കിൽ 10 ലക്ഷം വന്നു. അപ്പോൾ 5 വർഷം കൊണ്ട് ഈ 50 ലക്ഷം രൂപ നമുക്ക് അങ്ങ് ബാലൻസ് ചെയ്യും അല്ലേ? പിന്നീടുള്ള വർഷങ്ങളിൽ വരുന്നത് പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ അത് പ്രോഫിറ്റ് ആണെന്ന് കണ്ടിട്ട് മനസ്സിലാക്കി ആദ്യം അല്ലേ? മനസ്സിലാക്കിയിട്ട് ഫണ്ടിങ്ങിന് പല രീതിയിൽ അതിന് ഉള്ള സബ്സിഡീസ്, ഗവൺമെൻറ് സബ്സിഡീസിന് തിരക്കി അതനുസരിച്ച് ചെയ്യാം. പിന്നെ എന്താണ്, ഗ്രീൻ എനർജി ലോൺ കൊടുക്കും ബാങ്കുകളിൽ നിന്ന്, അത് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലൂടെ അതിനുള്ള ഫണ്ട് ഒക്കെ നേടിയെടുത്തിട്ട് കോളേജിൽ ഒരു സോളാർ പവർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തു. ആ രീതി കണ്ടോ, അതാണ് ഈ തേർഡ് ടൈപ്പ് ഓഫ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തോ ആ ഓഡിറ്റിന്റെ പേര് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് ഓഡിറ്റ്. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഫോക്കസ് ഓൺ ഫിനാൻഷ്യൽ അനാലിസിസ്. ആദ്യം നമ്മൾ ചെയ്തില്ലേ, അതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്തോ നമുക്ക് തിരിച്ചതിന് ബെനിഫിറ്റ് കിട്ടും എന്ന് മനസ്സിലാക്കുക. യൂസ് ഫോർ ലാർജ് സ്കെയിൽ എനർജി എഫിഷ്യൻസി പ്രോജക്റ്റ്. ലാർജ് സ്കെയിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഡിറ്റ് ചെയ്യുന്നത്. കാരണം കോളേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പെൻസ് ഉള്ളതല്ലേ. അതേപോലെ തന്നെ ഫണ്ടിങ് കിട്ടാൻ ഏതൊക്കെയാണെന്ന്, ഏതൊക്കെ രീതി ഫണ്ടിങ് കിട്ടുമെന്നൊക്കെ ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പം ഇത് ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഓഡിറ്റ്സ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് എനർജി ഓഡിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ഏരിയാസ് ഓഫ് എനർജി വേസ്റ്റേജ്. അപ്പോൾ എവിടൊക്കെയാണ് ഏരിയാസ്, എവിടൊക്കെയാണ് ഈ എനർജി വേസ്റ്റ് ആവുന്നതെന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തത്, ആ വേസ്റ്റ് ചെയ്യുന്നിടത്ത് എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക. മൂന്നാമത്തെന്ന് പറയുന്നത് ലൈഫ് സ്പാൻ, എക്യുപ്മെന്റ്സിന്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുക, അതിന് വേണ്ടുന്ന റിപ്പയറിങ് കൊടുത്ത് ലൈഫ് സ്പാൻ കൂട്ടുക. പിന്നെ എൻഷുർ കോംപ്ലൈൻസ് വിത്ത് എനർജി റെഗുലേഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിലുള്ള മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഴക്കമുള്ളതാണ്. അപ്പോൾ ആ മെഷീൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പവർ വേണം. അപ്പം ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഓർഡർ, റെഗുലേഷൻ വന്നു എന്ന് പറയുക, ഒരു ബെഞ്ച് മാർക്ക് കൊടുത്തിട്ട് ഇത്ര എനർജി സേവ് ചെയ്തിരിക്കണം എല്ലാ കമ്പനികളും എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്കൊരു എനർജി ഓഡിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ചില എന്താണ് മെഷീൻ അപ്ഡേഷൻസ് ചെയ്യേണ്ടി വരും. ചില എനർജി മീറ്റേഴ്സ് ഒക്കെ സ്ഥാപിച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇവരൊരു റിപ്പോർട്ട് കൊടുക്കും. ഞങ്ങളുടെ കമ്പനി എന്താണ് ഗവൺമെന്റിന്റെ ഈ ഒരു റെഗുലേഷൻ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് പോണക്ക് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതാണ് എൻഷുർ കോംപ്ലൈൻസ് വിത്ത് എനർജി റെഗുലേഷൻ. ലാസ്റ്റിൽ എന്ന് പറയുന്നത് പ്രൊമോട്ട് സസ്റ്റൈനബിൾ എനർജി യൂസ്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കോളേജ് എടുക്കുകയാണെങ്കിൽ കോളേജിൽ നമ്മൾ ഒരു രീതിയിലുള്ള എനർജി യൂട്ടിലൈസേഷൻ, എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ
അടയ്ക്കേണ്ടി വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി സസ്റ്റൈനബിൾ ആണ്. ഉദാഹരണത്തിന് സോളാർ പവർ പാനൽ ഉണ്ട്, പിന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെന്ന് വയ്ക്കുക, പിന്നെ അതേ കണക്ക് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം ബയോഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്യൂവൽ ഒരു പരിധി വരെ കോളേജിൽ ക്യാൻറ്റീൻ്റെ വർക്കിങ്ങിനുള്ളത് കിട്ടുക, എനർജി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി സോളാർ, വാട്ടറിന് വേണ്ടിയിട്ട് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് അത് സസ്റ്റൈനബിൾ ആയില്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയും. ഇതൊക്കെയാണ് എനർജി ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി എനർജി ഓഡിറ്റിൻ്റെ സ്റ്റെപ്സ്, അത് നമുക്കിനി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. പ്രിലിമിനറി അസസ്മെന്റ്. ഇപ്പോൾ ഏത് എനർജി ഓഡിറ്റ്, നമ്മൾ 3 ടൈപ്പിലെ എനർജി ഓഡിറ്റ് കണ്ടായിരുന്നല്ലോ. വാക്ക് ത്രൂ കണ്ടായിരുന്നു, ഡീറ്റെയിൽ കണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ്. അപ്പോൾ ഏതാണെങ്കിലും പ്രിലിമിനറി അസസ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിന് എന്താണ് ചെയ്യുന്നത് കൊണ്ടുള്ള സ്കോപ്പ്, പർപ്പസ് എന്താണെന്ന് പറയണം. പിന്നെ അടുത്തെന്ന് പറയുന്നത് പാസ്റ്റ് ബിൽ, മുമ്പുള്ള ബില്ല് ആയിട്ടൊന്ന് ബില്ല് കളക്ട് ചെയ്യും, അത് റിവ്യൂ ചെയ്ത് നോക്കും. പിന്നെ എവിടേക്കാണ് മെയിനായിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ലൊക്കേറ്റ് ചെയ്യും. രണ്ടാമത്തത് ഡേറ്റ കളക്ഷൻ ആണ്. ഡേറ്റ കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പവർ കൺസംഷൻ, ഇലക്ട്രോണിക് അപ്ലയൻസസിൻ്റെ പവർ കൺസംഷൻ മെഷർ ചെയ്യും. അത് മെഷർ ചെയ്യുക, ചില മീറ്റേഴ്സ് ഒക്കെ ചെയ്യാം അല്ലേ. ലൈറ്റ്, പിന്നെ HVAC എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ സിസ്റ്റം എന്നുള്ളതാണ് കേട്ടോ. അതായത് കൂളിങ്, ഹീറ്റിങ്, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതൊക്കെ എഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഫ്യൂവൽ യൂസേജ് എത്രയാണെന്ന് റെക്കോർഡ് ചെയ്യാം, ഫ്യൂവൽ യൂസേജ്. അതുകൊണ്ട് മറ്റ് എനർജി സോഴ്സസ് ഒക്കെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഡയഗ്നോസിസ്. അപ്പോൾ കുറേ ഡേറ്റ കളക്ട് ചെയ്തല്ലോ, അപ്പോൾ ഇനി അതിനെ അനലൈസ് ചെയ്യണം. ബെഞ്ച് മാർക്കുമായിട്ട് ഇപ്പം എത്ര വരെ ഉപയോഗിക്കുന്നതാണ് ഒരു ഐഡിയൽ മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ ഏത് ഓർഗനൈസേഷൻ, അപ്പോൾ കോളേജ് ആണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്യാം. ഇൻഎഫിഷ്യൻസീസ് നോട്ട് ചെയ്യുക, സേവിങ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ എനർജി മീറ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് തെർമൽ ഇമേജിങ് ക്യാമറാസ് ഒക്കെ ഉപയോഗിക്കുക ഈ ഡേറ്റ കളക്ട് ചെയ്യാനും എല്ലാത്തിനും. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കുറച്ച് റെക്കമെൻഡേഷൻസ് കൊടുക്കണം എനർജി സേവിങ് മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള. എപ്പോഴും പറയുന്നുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് LED ബൾബുകൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് AC, അത് എഫിഷ്യൻ്റ് ആയിട്ട് പ്രോപ്പർ ഇൻസുലേഷനൊക്കെ കൊടുത്ത് ചെയ്യുക എന്നുള്ളത് ചെയ്യണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന് പാളിച്ചുണ്ടെങ്കിൽ അവിടേക്ക് അത് കറക്റ്റ് ചെയ്യുക എന്ന് റെക്കമെൻഡ് ചെയ്യാം. പിന്നെ മെഷീൻസിനൊക്കെ പ്രോപ്പർ മെയിൻ്റനൻസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ സോളാർ പാനൽസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അത് റെക്കമെൻഡ് ചെയ്യുക. അപ്പം ഇതൊക്കെ റെക്കമെൻഡേഷൻസിനകത്ത് പെടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ്. അപ്പോൾ നമ്മൾ പ്രിലിമിനറി ആയിട്ട് അസസ് ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്തു, അതിനെ കമ്പയർ ചെയ്തു, റെക്കമെൻഡേഷൻസ് കൊടുത്തു. റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല, അത് അതിനെ മോണിറ്റർ ചെയ്യണം. അപ്പം ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെ അത് നടപ്പിലാക്കും എന്നൊക്കെ പറയുക, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യണം. പിന്നെ അതുകൊണ്ട് റെഗുലറായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടോ, സ്ട്രാറ്റജീസ് അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് എനർജി ഓഡിറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. കോസ്റ്റ് സേവിങ് ഉണ്ടാവുമല്ലോ അല്ലേ, പല രീതിയിൽ കോസ്റ്റ് സേവിങ് കിട്ടും, എനർജി ബിൽസ് എല്ലാം കുറയും. പിന്നെ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, കാർബൺ എമിഷനൊക്കെ കുറയും, എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. എക്യുപ്മെന്റ്സിന്റെ ലൈഫ് സ്പാൻ ഇംപ്രൂവ് ആവും, വിയർ ആൻഡ് ടിയർ കുറയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. റെഗുലേറ്ററി കംപ്ലയൻസ്, ഒരു റെഗുലേഷൻ, ഒരു നോംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും അത് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. അപ്പം അതും നല്ലൊരു കാര്യമാണ്. എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എനർജി യൂസ് ഒക്കെ വേണ്ടുന്ന പോണക്ക് കൃത്യ അളവിൽ ഒരു വേസ്റ്റേജും ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓവറാൾ എവിടെയും നഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലേ. ഓവറാൾ എഫിഷ്യൻസി കൂടും, എല്ലായിടത്തും പ്രൊഡക്ടിവിറ്റി കൂടും.
അപ്പം അതും അടുത്തൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ എനർജി ഓഡിറ്റ് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ ഓഡിറ്റിനെ കുറിച്ചാണ്. ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പച്ച കളറുള്ള ഓഡിറ്റ് അങ്ങനെയല്ല. ഗ്രീൻ കളർ, നമ്മളൊരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ റെഡ് ലൈറ്റ് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഗ്രീൻ ആണെങ്കിൽ പോകില്ലേ. ഗ്രീൻ എന്ന് പറയുമ്പോൾ എല്ലാം ഓക്കെ, വി ക്യാൻ പെർസ്യൂ എന്നുള്ളതാണ് അർത്ഥം അല്ലേ, നമുക്ക് മുന്നോട്ട് പോകാം. അത് തന്നെയാണ് എൻവിയോൺമെന്റ്. ഈസ് ഇറ്റ് ഓക്കെ? നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പിന്നെ എൻവിയോൺമെന്റ് ഓക്കെ ആണോ? നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻവിയോൺമെന്റ് ഓക്കെ ആണോ എന്ന് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അസസിങ് എൻവിയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷന്റെ ആവട്ടെ, ഇതിൻ്റെയൊക്കെ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എൻവിയോൺമെന്റിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് നോക്കുക. അപ്പം നോക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ നോക്കും? അവർ ഇലക്ട്രിസിറ്റി പാഴാക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ കണ്ട ഓഡിറ്റുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എനർജി ഓഡിറ്റിലെ ഒരു ടൈപ്പാണ് ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി പാഴാക്കുന്നുണ്ടോ? വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടാണോ, അതോ എങ്ങനെയാണ് ഇംപ്രോപ്പർ ആയിട്ട് കെയർലെസ് ആയിട്ടാണോ ചെയ്യുന്നത്? പിന്നെ അപ്പം അത് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് എൻവിയോൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ ആണ്. അപ്പം മൊത്തത്തിൽ നമ്മളും എൻവിയോൺമെന്റും എല്ലാം സസ്റ്റൈനബിൾ ആണ്, ഇങ്ങനെ നിലനിൽക്കും. അങ്ങനത്തെ പ്രാക്ടീസസ് ആണോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു അസസിങ് ആണ് ഗ്രീൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വളരെ സിമ്പിൾ ആണ്, നമുക്ക് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഐഡന്റിഫൈ ദ ഏരിയാസ് ഓഫ് എക്സസീവ് റിസോഴ്സ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോളേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലാണെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ എക്സസീവായിട്ട് റിസോഴ്സ് കൺസംഷൻ. റിസോഴ്സ് എന്ന് പറയുമ്പം എന്തുമാകാം, വാട്ടർ ആകാം, ഇലക്ട്രിസിറ്റി ആവാം, അങ്ങനെ ഏത് എനർജി സോഴ്സ് എവിടെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഓർഗനൈസേഷൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എൻവിയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ അതുവഴി കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുക. എന്താ ഈ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബൺ നടന്നു പോകുന്ന പ്രിന്റ് അതാണോ? അല്ല. കാർബൺ ഫുട് പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കോളേജ് തന്നെ എടുക്കുക. കോളേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറി ആയാലും അവരുടെ പ്രവർത്തനം കൊണ്ട് എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് റിലീസ് ഫ്രം എനിവേർ. അപ്പൊ നമ്മൾ ഏതിനെയാണോ കൺസിഡർ ചെയ്യുന്നത് അവിടെ, അപ്പൊ അതാണ് അവിടുത്തെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അത് കുറയ്ക്കുക. പിന്നെ ഇംപ്രൂവ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. കണ്ടോ, വേസ്റ്റ് മാനേജ് ചെയ്യണം. നമ്മളുടെ വേസ്റ്റ് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? അപ്പൊ അത് മാനേജ് ചെയ്യണം, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക. പ്രൊമോട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നമ്മൾ കുറേ അതിനകത്ത് കണ്ടു, ഇതിനു മുമ്പുള്ള സെക്ഷനിൽ കണ്ടു. സസ്റ്റൈനബിൾ പ്രാക്ടീസ് ഒരുപാടുണ്ട്. സോളാർ പാനൽ ഡിപ്പെൻഡ് ചെയ്യുക, പിന്നെ എന്താണ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക, പിന്നെ എനർജി സേവിങ് ടൈപ്പായിട്ടുള്ള സോഴ്സസ്, LED, അങ്ങനെയൊക്കെയുള്ള സസ്റ്റൈനബിൾ പ്രാക്ടീസസിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമുക്ക് ഗ്രീൻ ഓഡിറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. എനർജി ഓഡിറ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ. എനർജി എന്ന് പറയുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യമായിരുന്നു അല്ലേ? ഇവാലുവേറ്റ് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ആണ് അവിടെ നോക്കുന്നത്. ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നുണ്ടോ, അതോ വെറുതെ പാഴാക്കി കളയുകയാണോ, ആളില്ലാത്തപ്പോൾ ഫാൻ കറക്കുകയാണോ, ഫ്രിഡ്ജിന്റെ ഡോർ ആവശ്യമില്ലാതെ തുറക്കുകയാണോ, ഇൻസുലേഷൻ പ്രോപ്പർ അല്ലാതുണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾ കേട്ടോ. എക്സാമ്പിൾ അതെ, LED ബൾബ്സ്, സാധാരണയുള്ള ലൈറ്റ് മാറ്റിയിട്ട് LED ബൾബ്സ് ആക്കുന്നത് പവർ സേവിങ് ആണ്. വാട്ടർ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ വെള്ളം വേസ്റ്റ് ആവാതെ നോക്കണം. ലീക്കേജ് എവിടെയെങ്കിലും ഉണ്ടോ, പിന്നെ അത് കുട്ടികൾ പാഴാക്കി കളയുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ സെൻസേഴ്സ് ഒക്കെ വെക്കണമെന്നൊക്കെ ഇവർ അഡ്വൈസ് ചെയ്യും. ഇൻസ്റ്റാളിംഗ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റംസ് ഒക്കെ കൊടുക്കാം. നമ്മുടെ കോളേജിലുണ്ടല്ലോ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റം.
വേസ്റ്റ് മാനേജ്മെന്റ് ഓഡിറ്റ്. ഈ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അത് പ്രോപ്പർലി ആണോ മാനേജ് ചെയ്യുന്നത്, വേസ്റ്റ് ഒരുപാട് ആവശ്യമില്ലാതെ പിന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, അതൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് വേർതിരിക്കുന്നുണ്ടോ, ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്സ്, അങ്ങനെയൊക്കെയുള്ള ഓഡിറ്റ് ഉണ്ട്. അതാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നത് അത് എൻകറേജ് ചെയ്യും. അത് ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മുടെ കോളേജിലും ഉണ്ട് അതല്ലേ. ബയോഡൈവേഴ്സിറ്റി ഓഡിറ്റ്. ബയോഡൈവേഴ്സിറ്റി ഓഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാമ്പസിലുള്ള, ഇപ്പം നമ്മൾ കോളേജ് എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ക്യാമ്പസിലാണെങ്കിൽ ഫ്ലോറയും ഫോണയും ഒക്കെ അതിൻ്റെ സർവേ ചെയ്യുക. അപ്പം അത് വർഷം തോറുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം അതിൽ വർധനവ് വന്നിട്ടുണ്ടോ, അതിൽ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, അപ്പോൾ അതെന്തുകൊണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഒരു ഗ്രീനർ എൻവയോൺമെന്റിന് കുറേ ട്രീ പ്ലാന്റേഷൻസ് ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീൻ ഓഡിറ്റ് ആണ്. ഇനി നമുക്ക് ഗ്രീൻ ഓഡിറ്റിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനാദ്യം ഞാൻ എപ്പോഴും പറയുന്ന നമുക്ക് ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ പറയാം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഇതിനകത്തെ ആ സ്റ്റെപ്സിലേക്ക് വരാം. നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് പറയാണ്, നമുക്ക് നമ്മുടെ കോളേജിൽ ഒരു ഗ്രീൻ ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ കുറേ സാധനം, നോട്ട്ബുക്ക്, സ്മാർട്ട് ഫോൺസ്, പിന്നെ എന്തെങ്കിലുമൊക്കെ മെഷർ ചെയ്യാൻ ഉള്ള ടൂൾസ്, അതൊക്കെ ഞാൻ തരും. അതൊക്കെ ആയിട്ട് വരിക. അപ്പം ഞാൻ നിങ്ങളെ കുറേ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് പറയും, കോളേജിൽ മൊത്തം പോയിട്ട് ഇലക്ട്രിസിറ്റിയുടെ യൂസ് എങ്ങനെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും വേസ്റ്റ് ആക്കുന്നുണ്ടോ എന്ന് നോട്ട് ചെയ്യാൻ പറയും. കുറച്ച് പേരടുത്ത് പറയും വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്, സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ഒക്കെ പ്രോപ്പറാണോ എന്ന് നോക്കാൻ. അങ്ങനെ കുറച്ച് പേരെ വിടും. മൂന്നാമതൊരു ഗ്രൂപ്പിനെ ഞാൻ പിന്നെന്തോന്ന് അറിയാമോ, വെള്ളം എവിടെയെങ്കിലും വേസ്റ്റ് ആവുന്നുണ്ടോ, എവിടെയെങ്കിലും ടാപ്പ് ലീക്കേജ് ഉണ്ടോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വിടും. അങ്ങനെ ഈ 3 ഗ്രൂപ്പുകാരും എന്ത് ചെയ്യും, കോളേജിൽ രണ്ടാമത് എന്തോ ചെയ്യുന്നത്, അവർ ആദ്യം ഇതാണ് ഗ്രൂപ്പ് തിരിച്ചിട്ട് നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ക്യാമ്പസ് മൊത്തം ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾ ഓരോ ഗ്രൂപ്പിനും അസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യും അല്ലേ. പിന്നെ ചിലടത്ത് നോക്കുമ്പം ഫാൻ വെറുതെ ഇരുന്ന് കറങ്ങുന്ന കാണാം, ചിലടത്ത് പോകുമ്പം ടാപ്പ് ലീക്ക് ആവുന്നു, ചിലടത്ത് ഗാർബേജ് ബിന്നൊക്കെ ഓവർഫ്ലോ ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലേ. നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വരും. അത് വന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വേസ്റ്റേജ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഈ വേസ്റ്റേജ് ഒഴിവാക്കിയാൽ നമുക്ക് ഈ എത്ര ഇലക്ട്രിസിറ്റി ലാഭിക്കാം, അല്ലെ എത്ര വെള്ളം ലാഭിക്കാം എന്നെല്ലാം കണ്ടുപിടിച്ച് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു കണക്കുണ്ട്. എന്നിട്ട് നമ്മൾ എക്കോ ഫ്രണ്ട്ലി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി, നമ്മുടെ കോളേജ് എക്കോ ഫ്രണ്ട്ലി ആണെങ്കിൽ അത് ഇങ്ങനെ ഇത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാവുള്ളൂ, ഇത്ര വാട്ടർ സേവ് ചെയ്യുക, അങ്ങനെയൊക്കെ കാണും. അപ്പോൾ ആ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോളേജ് എത്രത്തോളം അതുമായിട്ട് സ്റ്റിക്ക് ടു ചെയ്ത് വെച്ചാൽ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന്. അതാണ് ഡേറ്റ അനാലിസിസ്. അപ്പം അതിൽ നിന്നൊക്കെ ഫാർ ഒരുപാട് അകന്ന് നിൽക്കുകയാണെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കും, നമ്മൾ എന്തെങ്കിലും കുറച്ച് സ്റ്റെപ്സ് എടുത്ത് അതിന് സൊല്യൂഷൻസ് കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം ഒരു പേപ്പറൊക്കെ അങ്ങോട്ട് എടുത്ത് നമ്മൾ കുറച്ച് ഒരു റിപ്പോർട്ടൊക്കെ എഴുതി അതിൽ കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയും അല്ലേ. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ടീച്ചർ ഇന്നിടത്ത് പിന്നെ ഫാൻ അല്ലെ ഇലക്ട്രിസിറ്റി അമിതമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ആക്കുന്നുണ്ട്, അതൊക്കെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഇത് പോണക്ക് വാട്ടർ ലീക്കിംഗ് ആയിട്ടുള്ള ടാപ്പുകൾ ഇന്നിടത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കുറേ റെക്കമെൻഡേഷൻസും ഒക്കെ ചേർന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം ഒരു കുട്ടികൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ കണ്ടെത്തിയത് നമ്മൾ കുറച്ച് വേസ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയില്ലയോ, അപ്പം അത് ഇല്ലാതാക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്തു, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ലാസ്റ്റ്. ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലായിടത്തും പറഞ്ഞു, പ്രിൻസിപ്പൾ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ക്യാമ്പയിൻ, സ്വിച്ച് ഓഫ് വെൻ നോട്ട് ഇൻ യൂസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ, ആവശ്യമില്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നൊരു ക്യാമ്പയിൻ കോളേജിൽ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് ഒരു ഗ്രീൻ ഓഡിറ്റ് നമ്മുടെ കോളേജിൽ നടത്തി. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് പോയിട്ട് ആ സ്റ്റെപ്സുകളൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ സൂപ്പറായിട്ട് മനസ്സിൽ നിൽക്കും. ഓക്കെ.
പ്ലാനിങ് ആൻഡ് ഡേറ്റ കളക്ഷൻ, അതാണ് ഞാൻ പറഞ്ഞല്ലേ ഗ്രൂപ്പ് നിങ്ങളെ തിരിക്കുന്നതും അതൊക്കെ അല്ലേ. ഐഡന്റിഫൈ ഓഡിറ്റ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തുക, ടീംസിനെ അസൈൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്യാദർ ഡേറ്റ ഓൺ എനർജി, വാട്ടർ ആൻഡ് എന്താണ് എനർജി, വാട്ടർ ആൻഡ് വേസ്റ്റ് യൂസേജ്, ഇതെല്ലാം ഇതിനെയെല്ലാം സംബന്ധിക്കുന്ന ഡേറ്റാസ് ഗ്യാദർ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ. അതാണ് നമ്മൾ കോളേജ് മൊത്തം നടന്ന് എന്നുള്ളത് അല്ലേ. ഇൻസ്പെക്ട് ഏരിയാസ് ലൈക്ക് ക്ലാസ് റൂം, ക്യാൻറ്റീൻ, ലാബ്സ് ആൻഡ് ഹോസ്റ്റൽസ്. ചെക്ക് ഫോർ ലീക്കേജസ്, എനർജി വേസ്റ്റേജ്, വേസ്റ്റ് ഡിസ്പോസിബിൾ പ്രാക്ടീസസ് ഒക്കെ ഇത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു. അത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈറ്റ് ഇൻസ്പെക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ ആണ്. ഡേറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കിട്ടിയത്, നമ്മൾ കണ്ടെത്തിയതിനെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക. അനലൈസ് കൺസപ്ഷൻ പാറ്റേൺ, നമ്മൾ എങ്ങനെയാണ് ഓരോ എനർജി സോഴ്സിനെയും കൺസ്യൂം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് എന്താണ്, കമ്പയർ വിത്ത് സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്, എക്കോ ഫ്രണ്ട്ലി സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഒരു റിപ്പോർട്ട് ആൻഡ് റെക്കമെൻഡേഷൻ കൊടുക്കുക. സജസ്റ്റ് എനർജി സേവിങ് അല്ലെങ്കിൽ വേസ്റ്റ് റിഡക്ഷൻ മെഷേഴ്സ് പറയുക. എക്കോ ഫ്രണ്ട്ലി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നെല്ലാം പറയുക. ഓക്കെ. പിന്നെ അഞ്ചാമത്തത് ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിങ്. ആ റെക്കമെൻഡേഷൻസ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ട്രാക്ക് ചെയ്യുക. എന്നിട്ട് കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും കൂടെ. ഇപ്പോൾ കോളേജ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അതുകൊണ്ടാണ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഫാക്ടറി ആണെങ്കിൽ അതനുസരിച്ച് കേട്ടോ, വേറെ എന്തെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിൽ അതനുസരിച്ച്, അവിടുത്തെ എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വെച്ചിട്ടാണ് പറയേണ്ടത്. അപ്പം ഇവിടെ ആകുമ്പോൾ കോളേജിൻ്റെ വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ കൂടി ഇങ്ങനെയുള്ള ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിൽ ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഒരു ഗ്രീൻ ഓഡിറ്റ്. അപ്പോൾ ഗ്രീൻ ഓഡിറ്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ഗ്രീൻ ഓഡിറ്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് വായിച്ചു നോക്കേണ്ടേ ഉള്ളൂ. ആ പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഹെൽപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്. ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ്. കാർബൺ ഫുട് പ്രിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രൊമോട്ട് സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ്മെന്റ് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക. എൻകറേജസ് എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ്സ് എമംഗ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ഇടയിൽ എക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ്സ് ഒക്കെ എൻകറേജ് ചെയ്യുക. ഇംപ്രൂവ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെന്റൽ പെർഫോമൻസ് ഉണ്ട്. എൻവയോൺമെന്റിന് ഫേവർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർഫോമൻസ് കൊണ്ടുവരിക, അത് ഇംപ്രൂവ് ചെയ്യുക. ലാസ്റ്റ് ഹെൽപ്സ് ഇൻ ഒബ്റ്റെയിനിങ് ഗ്രീൻ സർട്ടിഫിക്കേഷൻ കിട്ടാൻ ശ്രമിക്കുക. ആ റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പം ഗ്രീൻ ഓഡിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ പോവുകയാണ് ലാസ്റ്റ് വൺ, അതാണ് കാർബൺ ഫുട് പ്രിന്റ് അനാലിസിസ്. എന്താണ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ. കാർബൺ ഫുട് പ്രിന്റ് എന്ത് ചെയ്യും? മെഷർ ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വലിന്റെ ആകാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവാം. എന്ത് ഇമ്പാക്ട്? എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അത് എത്രത്തോളം ദേ ആർ റിലീസിങ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതിനെയാണ് കാർബൺ ഫുട് പ്രിന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദി ഇമ്പാക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ on environment, impact on environment based on amount of carbon dioxide and other greenhouse gases emitted from them. കേട്ടോ, അതാണ് കാർബൺ ഫുട് പ്രിന്റ് അനാലിസിസ്. കാർബൺ എമിഷൻസിന്റെ സോഴ്സസ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എനർജി കൺസംഷന്റെ സൈറ്റ്, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് കാർബൺ എമിഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം പല എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോഴും അവിടെ നിന്നെല്ലാം കാർബൺ എമിഷൻസ് ഉണ്ട്. ഹീറ്റിംഗ് ടൈമിൽ നമ്മൾ കൂളിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുമ്പോഴൊക്കെ കാർബൺ എമിഷൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ഇമിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിൽ വഴി. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, നമ്മൾ കാർ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അതിൽ നിന്നെല്ലാം കാർബൺ എമിഷൻ, ബസ്സസ്, എയ്റോപ്ലെയിൻ. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് പലതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എന്താണ് ട്രാവൽ ചെയ്യുമ്പോൾ അതെല്ലാം ആഡ് ചെയ്യാണ് കാർബൺ എമിഷൻ. അപ്പം നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ നമുക്കതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതും അല്ല. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഉണ്ടോ, മീറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റ് അത് അതിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ ഡീക്കേ ചെയ്യാൻ നേരത്തും ഒത്തിരിയും കാർബൺ എമിഷൻസ് ഉണ്ട് മീതൈൻ്റെ ഫോമിൽ. പിന്നെ അതേപോലൊക്കെ വേണ്ട ഇനി ആനിമൽസിന്റെ കേസ് വെറുതെ എടുത്തു കഴിഞ്ഞാൽ അവർ ബർപ്പ് ചെയ്യും, അതായത് അവർ
ഇങ്ങനെ എന്താ എമ്പക്കം വിടുമ്പം ഒരുപാട് കാർബൺ കണ്ടന്റ് അത് മൈനറാണ്. അല്ലാതെ തന്നെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫോറസ്റ്റേഷൻ ഓക്സിജൻ ഫോറസ്റ്റ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഓക്സിജൻ. അപ്പോൾ ഫോറസ്റ്റ് നശിക്കുമ്പോൾ അത് അതിന്റെ എഗനിസ്റ്റ് ആണ് വരുന്നത് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് ഇതെല്ലാം കാർബൺ എമിഷൻസിന്റെ സോഴ്സസ് ആണ്. വേസ്റ്റ് ജനറേഷൻ, പല രീതിയിലുള്ള വേസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് നിൽക്കുന്നുണ്ട്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ഫിൽസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പൊല്യൂഷൻ, അങ്ങനെയുള്ള എല്ലാം. ഇപ്പോൾ ഉദാഹരണം തന്നെ ഉണ്ടോ, നമ്മുടെ കോളേജിൽ ട്രഡീഷണൽ ഇലക്ട്രിസിറ്റി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് വളരെ കൂടുതലായിരിക്കും ഒരു സോളാർ പാനൽ ഉപയോഗിക്കുന്ന കോളേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാർബൺ ഫുട് പ്രിന്റ് ടൈപ്സ് നോക്കാം. ഡയറക്റ്റ് കാർബൺ ഫുട് പ്രിന്റ്, പ്രൈമറി ആ സോഴ്സിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന എന്നുള്ളതാണ് കേട്ടോ. ഇൻഡിവിജ്വൽ ആക്ഷൻസ്, അതായത് നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ, നമ്മൾ AC ഉപയോഗിക്കുമ്പോൾ, അപ്പം ആ ഡയറക്റ്റ് അവിടുന്ന് ഉണ്ടാവുന്ന, നമ്മളിൽ നിന്ന് ഡയറക്റ്റ് ഉണ്ടാവുന്നതാണ് ഡയറക്റ്റ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ട്, ഉണ്ടാവും. യൂസിങ് എ പെട്രോൾ ഓർ ഡീസൽ കാർ, അത് ഇൻക്രീസ് ഡയറക്റ്റ് എമിഷൻസ് കൂട്ടും. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യണം. അങ്ങനെ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. ഇൻഡയറക്റ്റ് കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ടല്ല, പക്ഷേ എങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളും അതിലെ ഒരു ഭാഗവാക്കാണ്, അതിന്റെ ഒരു പാർട്ടാണ്. അങ്ങനത്തെ എന്തുകൊണ്ടെന്ന് പറഞ്ഞേ നോക്കി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഉദാഹരണത്തിന് തന്നെ ഒരു ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ടീഷർട്ട് നമ്മൾ വാങ്ങിക്കാൻ പോയി. നമ്മളത് വാങ്ങുമ്പോൾ ആ ടീഷർട്ട് അത് അവിടെ എത്താൻ എന്തെല്ലാം തരത്തിലുള്ള പ്രോസസ്സിങ് നടന്നു, അതിന്റെ എന്താണ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുക, അത് ആ കടയിലെത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ എന്താ ആ കടയിൽ നമ്മൾ കയറി വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ തന്നെ എന്തെല്ലാം മെഷീൻസ് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം എമിഷൻസ് അപ്പം നമുക്ക് അങ്ങനെ ഒരു ഷർട്ട് വാങ്ങാൻ ആണ് നമ്മൾ കടയിൽ പോകുന്നത്. അപ്പം നമ്മൾ അവിടെ ഡയറക്റ്റ് അല്ല, പക്ഷേ എങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കാർബൺ എമിഷന്റെ ഒരു പാർട്ടാവുകയാണ്. ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു രീതിയിലാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷൻസ് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന ചൂടും കാര്യങ്ങളും ഒക്കെ കൂടുന്നത് നമുക്ക് മനസ്സിലാക്കണം. പറ്റുന്ന രീതിയിൽ കുറയ്ക്കാൻ നോക്കുക. അപ്പം സ്റ്റെപ്സ് ഇൻ കാർബൺ ഫുട് പ്രിന്റ് അനാലിസിസ്, ഈ ഗ്രീൻ ഓഡിറ്റിലും മറ്റ് എനർജി ഓഡിറ്റിലും ഒക്കെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ. ഡേറ്റ കളക്ഷൻ അല്ലേ. ഇപ്പം സോഴ്സ് ഓഫ് കാർബൺ എമിഷൻസ് കണ്ടുപിടിക്കുക, ഇലക്ട്രിസിറ്റി, ഫ്യൂവൽ, വേസ്റ്റ് ഇത് കണ്ടുപിടിക്കുക. പിന്നെ എനർജി ആൻഡ് റിസോഴ്സ് കൺസപ്ഷൻ, അത് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുക. കാൽക്കുലേഷൻ ഓഫ് എമിഷൻസ്, അപ്പം കാൽക്കുലേഷൻ ഓഫ് എമിഷൻസ് പറയുമ്പോഴത്തേക്ക് കാർബൺ ഫുട് പ്രിന്റ് കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, ഒരു എമിഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് പ്രോപ്പർ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നോക്കുക. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമ്പോൾ ആ ഒരു യൂണിറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എത്രത്തോളമാണ് കാർബൺ ഉണ്ടാകുന്നത് നോക്കി. 0.92 കിലോഗ്രാം കണ്ടോ. അപ്പോൾ ഒറ്റ യൂണിറ്റ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഓരോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റിക്കും എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ കണ്ട് കുറയ്ക്കാൻ പറ്റുന്നിടത്ത് മാക്സിമം കുറയ്ക്കണം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്, ഐഡന്റിഫൈ ഹൈ എമിഷൻ ആക്ടിവിറ്റി, ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ എമിഷൻ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. അത് ചില സ്റ്റാൻഡേർഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക, സ്റ്റാൻഡേർഡിലെത്താൻ ശ്രമിക്കുക. റിഡക്ഷൻ സ്ട്രാറ്റജീസ്, അപ്പം എനർജി എഫിഷ്യൻറ്റ് മെഷേഴ്സ് ഉപയോഗിക്കുക. സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞത് കണക്ക് ഇപ്പോൾ ട്രെൻഡ്, ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറുക. എന്താണ് ഫ്യൂവൽ വെഹിക്കിൾസിന് പകരം സോളാർ, അത് തന്നെ ബാറ്ററി ടൈപ്പ് ഇലക്ട്രിക്കൽ ടൈപ്പ് വെഹിക്കിൾസിലോട്ട് സ്വിച്ച് ചെയ്യുക. റിന്യൂവബിൾ എനർജി റിസോഴ്സസിലേക്ക് മാറുക. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് സ്റ്റെപ്സ്. നമ്മൾ ഇതുവരെ കണ്ട തരം ഓഡിറ്റുള്ള സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. ആദ്യം ഡേറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, റിസൾട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, കുറയ്ക്കാനുള്ള സ്ട്രാറ്റജീസ്. ഇനി എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ളതാണ് കണ്ടോ. സ്വിച്ച് ടു റിന്യൂവബിൾ എനർജി, കണ്ടോ, സോളാർ അല്ലെ വിൻഡ് പവർ ഉപയോഗിക്കുക. ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നതിന് പകരം ഈ വിൻഡിന്റെ അല്ലെങ്കിൽ സോളാർ പവറിലോട്ട് മാറുക.
പിന്നെ യൂസ് എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ്. ഇപ്പോൾ LED ബൾബ്സിൻ്റെ കാര്യമാണ് ഒരുപാട് ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരിയും ഫെമിലിയർ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ സ്റ്റാർ റേറ്റഡ് ഡിവൈസസ് വാങ്ങാൻ ശ്രമിക്കുക എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ റീസൈക്കിൾ ചെയ്ത് തന്നെ ഉപയോഗിക്കുക. റീയൂസ് ചെയ്യാൻ പറ്റുന്നത് ഉടനെ റീയൂസ് ചെയ്യുക. പ്ലാസ്റ്റിക് അതുപോലൊക്കെ പേപ്പർ വേസ്റ്റേജ് പറ്റുന്നത്രയും കുറയ്ക്കുക. പൂർണ്ണമായിട്ട് നമുക്ക് പറ്റത്തില്ല, പക്ഷെ പറ്റുന്നത്രയും മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പിന്നെ എന്താണ് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് കഴിവതും വാങ്ങാനും കീപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ, സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റുന്നിടത്ത് സൈക്കിൾ യൂസ് ചെയ്യുക. കുറച്ച് ദൂരമൊക്കെ ഉള്ളെങ്കിൽ നടക്കാൻ പറ്റുന്നിടത്ത് നടന്നു പോവുക. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണൽ കാർസ്. ഇതൊക്കെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന. ഇതിനൊക്കെ ചെയ്താൽ ഒരു 2-3 തലമുറയും കൂടെയൊക്കെ ഒരുവിധം ഇങ്ങനെയൊക്കെ പോവും. ഇല്ലെങ്കിൽ നമ്മൾ സഫർ ചെയ്യും എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇനി ലാസ്റ്റ് ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ഫുഡ് ചോയ്സസ്, അല്ലേ? മീറ്റ് കൺസപ്ഷൻ കുറയ്ക്കുക, അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കാർബൺ ഫുട് പ്രിന്റിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എഗനിസ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമ്മൾ കണ്ടത് കുറേ കാര്യങ്ങൾ. അപ്പം ബൈ ദിസ് ഇറ്റ്സ് ഓവർ. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് this video. I know that this video is such a lengthy one. Anyhow, you watch it completely. So thank you. I'm an icon, man. My girl about a 10. I should fuck her in a Benz.